ഭയം ക്യാൻസൽ ചെയ്തിട്ട് മനസ്സിലായില്ലേ, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ഫിയർ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് അല്ലെങ്കിൽ ഇന്നത്തെ പാഠഭാഗത്തിനായിട്ട് നമുക്കത് എങ്ങനെ ചിന്തിക്കാം. എന്താണ് ഈ ഡാറ്റ ഹാൻഡ്ലിങ്? കൈയൊന്നും നോക്കിയിരിക്കും. ഡാറ്റ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. എന്താണ് ഈ ഡാറ്റ ഹാൻഡ്ലിങ്? അതായത് നമ്മുടെ പക്കൽ ഒരു ഡാറ്റയുണ്ട്. ആ ഡാറ്റ നമ്മൾ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്താണ് അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഡാറ്റ. മനസ്സിലായില്ലേ? ഹൗ വി ഇൻ്റർപ്രറ്റ് ദ ഫോളോയിങ് എന്താണ് ലിസ്റ്റ് അല്ലെങ്കിൽ ഫോളോയിങ് ഡീറ്റെയിൽസ് എന്നുള്ളതാണ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഇൻഫർമേഷനാണ്, അല്ലെങ്കിൽ കുറച്ച് ഇൻഫർമേഷനാണ്. ഇൻഫർമേഷൻ്റെ ഒരു കൂട്ടത്തിന് നമുക്ക് വേണമെങ്കിൽ ഡാറ്റ എന്ന് പറയാം. ഇപ്പോൾ മൊബൈൽ ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിനകത്തുള്ള ഇപ്പോൾ ഇൻ്റർനെറ്റിനകത്ത് നമുക്ക് കുറച്ച് ഡാറ്റ ഉണ്ടല്ലേ, ആ ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മൊബൈൽ ആക്സസ് ചെയ്യാനോ ഡൗൺലോഡ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ അതുപോലെ നമുക്ക് എന്തെങ്കിലും പിന്നെ ജിപേയോ മറ്റെന്ത് കാര്യങ്ങളും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം നരേന്ദ്രമോദി ഇന്നലെ തൊട്ടൊരു പുതിയ നിയമം, ഈ ആളുകളൊക്കെ സിം മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, പിന്നെ ഓൺലൈനായിട്ടുള്ള പല തട്ടിപ്പുകളുണ്ടല്ലോ, അതിനെ തടയിടാൻ വേണ്ടിയിട്ട് ഒരു സിമ്മുള്ള ഫോണിൽ നിന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, വാട്സപ്പും ടെലിഗ്രാമും അങ്ങനെയുള്ള ആപ്സൊക്കെ വർക്ക് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ സിമ്മുള്ള ഫോണിലല്ലേ ഗൂഗിൾ പേ വർക്ക് ചെയ്യത്തുള്ളൂ. അതുപോലെ കാരണം ഈ സൈബർ തട്ടിപ്പ്, അതായത് പോലീസ് ജമഞ്ഞുള്ള തട്ടിപ്പ്, അങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ നിന്നും ഈ തട്ടിപ്പിൽ കൂടെ പണം ഊറ്റുന്ന ഡിജിറ്റൽ തട്ടിപ്പ് വരെ പെടുത്താൻ വേണ്ടി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അങ്ങനെ ഒരു പരിഷ്കാരം വന്നു. അത് പിന്നെ ഫോണിനകത്തുള്ള ഡാറ്റ, അതായത് ഇൻ്റർനെറ്റ് ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ സിമ്മും ഇതുകൂടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇൻ്റർനെറ്റിനേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ്റർനെറ്റിനകത്തൊരു ഡാറ്റ ഉണ്ട്, അതുപോലെ തന്നെ ഫോണിനകത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ പിക്ചേഴ്സ്, പിന്നെ വീഡിയോസ്, അങ്ങനെയുള്ളതിനെല്ലാം ഒരു ഡാറ്റ എന്ന് വേണമെങ്കിൽ പറയാം. അതിനെയൊക്കെ നമുക്ക് മനസ്സിലായില്ലേ, ആസ് ഫ്രീ പീസ് ടു നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുള്ളിങ് ഡൗൺ സ്ട്രോങ്സ് ഏതാണ്, വീഡിയോ ഏതാണ്, അതുപോലെ തന്നെ ഇമേജ് ഏതാണ്, അല്ലെങ്കിൽ വീഡിയോ ഫയൽസ് ഏതാണ്, ഇമേജ് ഫയൽസ് ഏതാണ്, ഓഡിയോ ഫയൽസ് ഏതാണ്, അങ്ങനെയൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റീഡ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ റൈറ്റ് ചെയ്യാൻ പറ്റും. അതും വേണമെങ്കിൽ ഡാറ്റ ആയിട്ട് കൂട്ടാം. ഇവിടെ ഇതാ കുറച്ച് ഡാറ്റ നമുക്ക് കാണാൻ പറ്റും. ലെറ്റ് സീ ദ ഫോളോയിങ് ടേബിൾ. അതായത് ടെമ്പറേച്ചർ റെക്കോർഡഡ് ഇൻ ഡൽഹി ഇൻ ദ മന്ത് ഓഫ് ഒക്ടോബർ. ഒക്ടോബറിൽ റെക്കോർഡ് ചെയ്തതായിട്ടുള്ള ടെമ്പറേച്ചർ. ഫോർ എക്സാമ്പിൾ, ഒക്ടോബർ മാസത്തിൽ തന്നെ ഒരു ദിവസം, അതായത് ഏതോ ചില ദിവസങ്ങൾ 32. ഇവിടെയാണ് ഡൽഹിയിൽ 32 ഡൽഹിയിലൊക്കെ ഏകദേശം എന്താണ് ചൂട് സമയത്ത്, അവിടുത്തെ ചൂട് സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ്, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, 4 മാസം. അതിൽ തന്നെ ഏപ്രിൽ, മെയ്, ജൂണിൽ എന്ന് വെച്ചാൽ ഈ 3 മാസം നല്ല ചൂടാണ്. ടെമ്പറേച്ചറൊക്കെ ഒരു 44 സംതിങ് ഒക്കെ വരും. കേരളത്തെ പോലെ ഹ്യൂമിഡിറ്റി ഇല്ല, അതുകൊണ്ട് തന്നെ വിയർപ്പില്ല. അതുകൊണ്ട് തന്നെ ക്ലൈമറ്റൊക്കെ മൊത്തം ഡ്രൈ ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്, പണ്ട് വിജിത പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ ആളുകളൊക്കെ, നോർത്ത് ഇന്ത്യയിലുള്ള ആളുകൾ ഐസൊക്കെ ശരീരത്തിൽ കൂടെ ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചാണ് അവരൊക്കെ എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. മനസ്സിലായില്ലേ? അത്രമാത്രം ചൂടാണ്. ഒരു 44 ഡിഗ്രി ചൂടൊക്കെ വരും. മാത്രമല്ല കേരളത്തിൽ നിന്നൊക്കെ പോകുന്നവർക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്, ഈ തൊലി, നിലവിലുള്ള തൊലി മൊത്തം മാറിപ്പോയിട്ട് പുതിയ തൊലി വരും. അതുപോലെ അവിടെ നിന്ന് തിരിച്ച് കേരളത്തിലോട്ട് വരുമ്പം ആ തൊലി മാറിയിട്ട് പുതിയ തൊലി വരും. കാരണം ആ ക്ലൈമറ്റ് ബോഡിയിൽ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഒക്കില്ല. അതുപോലെ ഇവിടെ പിന്നെ പെട്ടെന്ന് ജലദോഷമോ ചുമയുള്ളവരൊക്കെ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രഭാവമേ കാണത്തില്ല. കേരളത്തിൽ ഈ ഹ്യൂമിഡിറ്റി കൂടുതലായിട്ടുള്ളതുകൊണ്ടും അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെ വരുന്നത്. അവിടെയുള്ളവരൊക്കെ പിന്നെ അധികം അങ്ങനെ ജലദോഷ ചുമ എന്താണെന്ന് പോലും വലുതായിട്ട് അറിയത്തില്ല. അഥവാ വല്ല മഴയോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ 2 ദിവസം കൊണ്ട് തന്നെ ചുമയും മാറും. പിന്നെ മാത്രമല്ല സ്കിൻ ഏതും വരത്തില്ല. പിന്നെ അവിടുത്തെ വെള്ളം വേറെയാണ്. എന്ന് മാത്രമല്ല അവിടുത്തെ കാലാവസ്ഥ ഇതിൽ പറയും പോലെയാണ്. എത്രയാണ്, 32, 36, 29, 34, 35, 28. ഒക്ടോബർ മാസത്തിൽ അങ്ങനെയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ സമീർ. ആ സമീർ എന്ന് പറഞ്ഞൊരാൾ ഒബ്റ്റൈൻ ചെയ്തേക്കുന്ന മാർക്ക് എത്രയാണെന്ന് നോക്കാം. 59, 59, 89, 76, 92, 87. അതുപോലെ തന്നെ ഹയസ്റ്റ് സ്കോർ ഓഫ് 5 ബാറ്റ്മാൻ ഇൻ ഫസ്റ്റ് 1 ഡേ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഓസ്ട്രേലിയ ഇൻ 2017. അതായത് ഹയസ്റ്റ് സ്കോർ 40, 79, 82, 32, 28. അപ്പോൾ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഏതോ ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് ഏതൊക്കെ കുറച്ച് ഡാറ്റകളാണെന്ന് കാണാം. ഇത് നമുക്ക് നല്ല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യണമെങ്കിൽ ഗ്രാഫിൻ്റെ സഹായം കൂടിയേ തീരത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇനി മറ്റൊരു ചിത്രം ഒരു ചാർട്ട് നോക്കുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ ഓഫ് 5 സിറ്റീസ് ഓഫ് ഇന്ത്യ ഓൺ 20th June 2017. ഏതാണ് ആ സിറ്റി എന്ന് നോക്കാം. അതായത് ഇന്ത്യയിലെ തന്നെ 5 പട്ടണങ്ങൾ. ഏതൊക്കെയാണ് 5 പട്ടണങ്ങൾ? ഇന്ത്യയിലുള്ള ഏതോ 5 പട്ടണങ്ങളുടെ ടെമ്പറേച്ചർ കമ്പയർ ചെയ്യും. യു പിയിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 40 അടുപ്പിച്ച് വരും കേട്ടോ. തമിഴ്നാടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വേനൽക്കാലത്ത് പോയി കഴിഞ്ഞാൽ ഏകദേശം പിന്നെ കന്യാകുമാരി കഴിഞ്ഞ് തിരുനെൽവേലി മുതൽ അങ്ങോട്ട് വടക്കോട്ട് പോകുമ്പോൾ, നോർത്തിലോട്ട് പോകുമ്പോൾ അങ്ങ് സേലം വരെ, ചെന്നൈയിലൊക്കെ ആണെങ്കിൽ ഏകദേശം 42 ഒക്കെ വരാം. മൊഹരഹു അങ്ങ് കയറിപ്പോ
ആണ്ടൊരു മൊഹരു. ആ മൊഹരു കടിക്കാത്ത മൊഹരുമാണ്. പക്ഷെ ചില മൊഹരുക്കളാണെങ്കിൽ ഇങ്ങനെ മനസ്സിലായില്ലേ. അപ്പോൾ പിന്നെ തമിഴ്നാട്ടിലെ ടെമ്പറേച്ചർ അങ്ങനെയാണ്. ഈ കേരളത്തിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു മീഡിയം ക്ലൈമറ്റ് എന്ന് പറയുന്നത്. തീരെ തണുപ്പുമല്ല തീരെ ചൂടുമല്ല. പിന്നെ നോർത്ത് ഇന്ത്യയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, തണുപ്പാണെങ്കിൽ ഭയങ്കരമായ തണുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15, 10 അങ്ങനെയൊക്കെ പോയി പിന്നെ ചില രാജ്യങ്ങളിൽ ഇന്ത്യക്ക് പുറത്തൊക്കെ റഷ്യയിലൊക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ട -2, -10 അങ്ങനെയൊക്കെ പോയി കളയും. കേരളത്തിൽ നിന്നുള്ള മനുഷ്യരൊക്കെ അവിടെ തീ കാഞ്ഞാണ് ജീവിക്കുന്നത്. കാരണം അങ്ങനത്തെ ക്ലൈമറ്റ് അനുഭവിച്ചിട്ടുള്ള ശീലം മനുഷ്യന് കേരളീയർക്കില്ല. മനസ്സിലായില്ലേ. നമ്മൾ സ്പേസിലോട്ട് എങ്ങനെയാണോ പോകുന്നത്, എന്തെല്ലാം മുൻകരുതൽ എടുക്കും, അങ്ങനെ പോയില്ലെങ്കിൽ ശരീരത്തിന് ചിലപ്പം മനസ്സിലായില്ലേ പിന്നെ അതുകൊണ്ട് അങ്ങനത്തെ രോഗങ്ങളൊന്നും വരുത്തി വയ്ക്കാതെ നോക്കുക, മുൻകരുതൽ എടുത്ത് പോകുക. അങ്ങനെയൊക്കെ ദൂരയാത്ര ചെയ്യുന്നവർ ചൂടിനെയും തണുക്കാനുള്ള മറ്റ് സാമഗ്രികളും തയ്യാറെടുപ്പും മെൻ്റൽ പ്രിപ്പറേഷൻ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് ബോഡിക്ക് പിടിക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചർ ഒന്ന് വായിച്ച് നോക്കൂ. ഡൽഹി, അതായത് 5 cities, ടെമ്പറേച്ചർ 5 cities ഓഫ് ഇന്ത്യ ഓൺ 20th June 2017. ഏറ്റവും കൂടുതൽ ചൂടുള്ള സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്? നോർത്ത് ഇന്ത്യയിലൊക്കെ ജൂണിലാണ്. കേരളത്തിൽ ആ സമയത്ത് മഴ തുടങ്ങും. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ആ സമയത്ത് എന്ത് ചെയ്യത്തില്ല, മഴ തുടങ്ങില്ല. അവിടെ മഴ തുടങ്ങണമെങ്കിൽ ഒരു ജൂലൈ പകുതിയോ ലാസ്റ്റോ ഒരു ആഗസ്റ്റ് സംതിങ് ഒക്കെ ആകുമ്പോഴേ മഴ വരത്തുള്ളൂ. കാരണം ഇവിടെ നിന്ന് പോയ മേഘങ്ങൾ കാറ്റടിച്ച അവിടെ ആ സ്പീഡ് കുറവാണ്. അവിടെ എത്തണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. കാരണം ഇവിടുന്ന് കന്യാകുമാരി അല്ലെങ്കിൽ ട്രിവാൻഡ്രം മുതൽ നോർത്ത് ഇന്ത്യ വരെയുള്ള ദൂരം എത്രയാണ്? 1500-ലധികം കിലോമീറ്റർ ഉണ്ട്. അതുകൊണ്ട് അത് പതുക്കെയാണ് പോകുന്നത്. അങ്ങനെ പതുക്കെയാണ് പോകുന്നതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് എത്തുവാനായിട്ട്, മനസ്സിലായില്ലേ, ബോംബെ മുതൽ അങ്ങോട്ടൊക്കെ എത്തുവാനായിട്ട് കുറച്ച് സമയം എടുക്കും. ആ സമയം എടുക്കുന്നതുകൊണ്ടാണ് ജൂലൈ മുതൽ അവിടെ ഏതാണ്ടൊക്കെ പകുതിയൊക്കെ ആകുമ്പോൾ നല്ല മഴയായിരിക്കും. പിന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കവും ഫ്ലഡും അതും ഹിമാലയ പർവ്വതം ഇടിച്ചിലും അതും ഇതും മറ്റത് മറിച്ചൊക്കെ ആയിരിക്കും. കേരളത്തിൽ ആ സമയത്ത് ഏതാണ്ട് ഒരു വസന്തകാലമായിരിക്കും. പിന്നെ ഓണക്കാലം പോലെ ഏതാണ്ട് ഒരു മീഡിയം ക്ലൈമറ്റ് ആയിരിക്കും. അധികം ചൂടുമില്ല, അധികം തണുപ്പുമായിരിക്കും. അധികം പിന്നെ തണുപ്പുമില്ല. ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഡൽഹിയിലത്തെ ചൂട് എത്രയാണ്? 42 പറഞ്ഞിരിക്കുന്നത്. കണ്ട ഒരു ചാർട്ട് ചെയ്തേക്കുന്നത്. മിനിമം ടെമ്പറേച്ചർ എത്രയാണ്? 36. ജൂൺ മാസത്തിൽ ഡൽഹിയിലുള്ള മിനിമം ടെമ്പറേച്ചർ 36. എന്താണ് ഈ മിനിമം ടെമ്പറേച്ചർ? അതിരാവിലെയുള്ള ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് മിനിമം ടെമ്പറേച്ചർ. ഏത് സമയത്താണ്? അതിരാവിലെയുള്ളത്. അതായത് ഉച്ച സമയത്തുള്ള ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, മാക്സിമം എന്ന് പറയും. മുംബൈയിലാണെങ്കിൽ 40, അതുപോലെ തന്നെ മിനിമം 34, കൊൽക്കട്ടയിൽ 38, 33. ചെന്നൈ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ തമിഴ്നാട്ടിൻ്റെ തലസ്ഥാനം. 40 മിനിമം ടെമ്പറേച്ചർ എത്രയാണ്? 36. അതുപോലെ ജയ്പൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ സ്റ്റഡീസിൽ പഠിച്ചിട്ടുണ്ട്. എന്താണത്? രാജസ്ഥാൻ്റെ ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് എന്താണ്? ജയ്പൂർ ഈസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് എന്താണ്? രാജസ്ഥാൻ. ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് പിങ്ക് സിറ്റി എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ജയ്പൂരിന് എന്താണ് പറയുന്നത്? പിങ്ക് സിറ്റി. നമ്മൾ സന്ധ്യാസമയത്ത് ജയ്പൂരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് പിങ്ക് കളറിൽ നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യും? പിങ്ക് കളറിൽ വെട്ടിത്തിളങ്ങും. പിന്നെ പഞ്ചാബിലോട്ട് പോയി കഴിഞ്ഞാൽ മറ്റൊരു പ്രത്യേകത എന്താണ്? നദിയുടെ നടുക്കിരിക്കുന്ന ഗോൾഡൻ ടെമ്പിൾ. അത് അവരുടെ മതപരമായ കാര്യമാണ്. മനസ്സിലായില്ലേ? അവിടുത്തെ ആളുകളെല്ലാം തലപ്പാവ് കെട്ടിക്കൊണ്ടാണ് നടക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെ മറ്റൊരു സന്തോഷാർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചർച്ചയൊക്കെ നടത്തുന്നവർക്ക് ഒരല്പമെങ്കിലും പ്രൊട്ടക്ഷൻ ഉള്ളത് പഞ്ചാബിലാണ്. മനസ്സിലായില്ലേ? കാരണം പഞ്ചാബികൾ ധരിക്കുമ്പോഴത്തേക്കും അവരുടെ കയ്യിൽ എന്തുണ്ട്? പിന്നെ കടയും 5 തരം, പിന്നെ അരയിൽ വാളും, പിന്നെ ഇതൊക്കെ ഉണ്ട്. അവരെ കയറി അറ്റാക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർ വെറുതെ ഇരിക്കത്തില്ല. ഇങ്ങോട്ട് വരുന്നവർ അവർ നല്ല ഇഡലിയും സാമ്പാറും കൊടുത്തുള്ളൂ. അതുകൊണ്ട് പഞ്ചാബികളോടൊന്നും ഈ RSS കളിക്കാൻ നിൽക്കില്ല. കാരണം അവർ തന്നെ പറയുന്നുണ്ട് നൈദർ ഹിന്ദു നോർ മുസ്ലിം എന്ന് പറയുന്നത്. ഹിന്ദു അല്ല, മുസ്ലിമല്ല. പക്ഷേ ഈ മുസ്ലിങ്ങളാണെന്നുണ്ടെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും പഞ്ചാബികളോട്, സിഖുകാരോട് കളിച്ച് കഴിഞ്ഞാൽ അവർ വിവരം അറിഞ്ഞുകൊണ്ടേ പോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവരെ ദേശത്തൊരു ചർച്ച വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് ഇരിക്കുമ്പോൾ നിങ്ങളെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പല ആളുകളും പഞ്ചാബിൽ ചർച്ച ഫോം ചെയ്യാനായിട്ട് അങ്ങോട്ട് വന്നത്. പക്ഷേ ഉത്തർപ്രദേശിലൊന്നും അങ്ങനെയല്ല. പക്ഷേ അവിടുത്തെ ടെമ്പറേച്ചർ ഈ പറഞ്ഞതുപോലെയാണ്. ഇങ്ങോട്ട് നോക്കൂ, ജയ്പൂരത്തെ ടെമ്പറേച്ചർ 39 ആണ്. അതുപോലെ തന്നെ മിനിമം എത്രയാണ്? 28 ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനെയൊക്കെ നമുക്കൊരു ചാർട്ടിൻ്റെ രൂപത്തിൽ എഴുതിയാലോ? ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു ചാർട്ടിൻ്റെ രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ എന്താണ് വായിക്കുന്നത്? ഈ ന്യൂമറിക്കൽ വാല്യൂസിനൊക്കെ നമ്മൾ പറയുന്നതിനാണ് ഒബ്സർവേഷൻ എന്ന് പറയും. കളക്ഷൻ ഓഫ് സച്ച് ഒബ്സർവേഷൻ ഫോംസ് എ റാ ഡാറ്റ. ഇതിനെയാണ് റാ ഡാറ്റ എന്ന് പറയുന്നത്. റാ ഡാറ്റ എന്ന് വെച്ചാൽ ഇപ്പം മലക്കറി നമ്മൾ അരിയുന്നു. ആ മലക്കറി എന്ന് പറഞ്ഞാൽ റായാണ്. ആ മലക്കറിയെ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും അതെന്താണ്? കുക്ക്ഡ് ഫുഡാണ്. മനസ്സിലായില്ലേ? മലക്കറി പച്ചയായിട്ടാണ് തനിയെ തന്നെ ഇരിക്കുന്നതിനെ പറയുന്ന പേരാണ് റാ എന്ന് പറയും. RAW. തമിഴിൽ പറയുന്നത് തനിയെ ഇരിക്കുക, തനിയെ ഒക്കാരുങ്ക എന്ന് പറയത്തില്ല. അതുപോലെ മനസ്സിലായി? അപ്പടി താനേ ഇരിക്കും എന്ന് പറയത്തില്ല. അപ്പം അങ്ങനെയുള്ള മലക്കറി തനിയെ അപ്പടി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിനെ റാ എന്ന് പറയും. ഈ ബുക്ക് ഒന്നും പൊതിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ റാ ബുക്ക് എന്ന് പറയും. റാ ബുക്ക് എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ റാ അല്ല,
മഴവില്ല് പോലത്തെ റായല്ല, RAW. റാ എന്ന് പറഞ്ഞാൽ എന്താണ്? പച്ച. നമ്മൾ കച്ച, പക്ക എന്നൊക്കെ പറയത്തില്ലേ? ഹിന്ദിയിലൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്കും ഇപ്പം അമരോത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേരയ്ക്ക. പക്കയാണോ കച്ചയാണോ ചോദിക്കും. മനസ്സിലായി? കച്ച എന്ന് വെച്ചാൽ പച്ച, പക്ക എന്ന് വെച്ചാൽ പഴുത്തത്. നമ്മൾ റൈപ്പണാണോ അൺറൈപ്പണാണോ ചോദിക്കും. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഹിന്ദി പഠിക്കുന്നതുകൊണ്ട് കുട്ടുവാനാണെങ്കിലും പറയാനുണ്ട്. നമ്മൾ ഈ കേരളം വിട്ടുപോയി കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്ത ആളുകൾ പലരും ഉണ്ട്. അവർക്ക് എന്ത് മാത്രമേ അറിയത്തുള്ളൂ? ഹിന്ദി മാത്രമേ അറിയത്തുള്ളൂ. അതും പ്യുവർ ഹിന്ദിയൊന്നുമല്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഹിന്ദിയെങ്കിലും അറിഞ്ഞാൽ മാത്രമേ കച്ചയാണോ പക്കയാണോ വില്ലിയാണോ പിന്നെ അമരൂതാണോ സേബാണെന്നൊക്കെ നമുക്ക് പറഞ്ഞ് നിൽക്കാൻ ഒക്കത്തുള്ളൂ. അത് കുഴപ്പമില്ല. കുറച്ച് ദിവസം അവിടെയൊക്കെ നമുക്ക് പിന്നെ നമ്മൾ വർക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആളുകളുള്ള ഇൻട്രാക്ഷനിൽ കൂടെ കിട്ടും. മനസ്സിലായില്ലേ? നമ്മളീ പഠിച്ച ഗ്രാമറും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അക്ഷരികമായിട്ട് പ്രാക്ടിക്കൽ വർക്കിംഗ് ഹിന്ദിയായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായി? കാരണം കേരളത്തിലെ ആളുകൾ മലയാളം മാത്രമല്ല പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് അതൊന്നും വർക്കൗട്ട് ആവാത്തത്. കാരണം ഈ ഇട്ടാവട്ടത്തും ചില ആളുകൾ കണ്ടില്ലേ, ട്രിവാൻഡ്രം, കൊല്ലം, അവിടെ മാത്രമേ നിൽക്കത്തുള്ളൂ. ആ ഇട്ടാവട്ടം നമ്മളങ്ങനെയല്ല. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സുകൊണ്ടെങ്കിലും എന്ത് ചെയ്യണം? സഞ്ചരിക്കണം. അല്ലെങ്കിൽ വിർച്വലായിട്ടെങ്കിലും ഓൺലൈനായിട്ട് സഞ്ചരിക്കണം. പറ്റിക്കഴിഞ്ഞാൽ ട്രെയിനിലൊക്കെ കയറി കേരളത്തിന് പുറത്തോട്ടൊക്കെ നീങ്ങും. ഇപ്പോഴല്ല, വലുതാവുമ്പോഴെങ്കിലും പോകണം കേട്ടോ അവനെ. പക്ഷേ സുരക്ഷിതമായിട്ടേ പോവുള്ളൂ, വീട്ടിലൊക്കെ പറഞ്ഞിട്ടേ പോവുള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യും? പല ആളുകളോട്ട് ഇടപെട്ട് നമുക്ക് ജ്ഞാനം ഉണ്ടാവും. ഒരിക്കലും ഒരു സ്ഥലത്ത് മാത്രം നിൽക്കാതെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് ആവശ്യമാണ്. മനസ്സിലായി? ഇവിടെ നോക്കും. അപ്പോൾ കളക്ഷൻ ഓഫ് ഡാറ്റ, ദ ന്യൂമറിക്കൽ വാല്യൂ ഷോൺ ഹിയർ ആർ കാൾഡ് ഒബ്സർവേഷൻസ് ആൻഡ് ദ കളക്ഷൻ ഓഫ് സച്ച് ഒബ്സർവേഷൻസ് ഫോംസ് എന്താണ്? എ റാ ഡാറ്റ. യു കം അക്രോസ് സെവറൽ ഡാറ്റ ത്രൂ ഡിഫറെൻറ്റ് മീഡിയ ഹൗസസ് സച്ച് എസ് TV, ന്യൂസ് പേപ്പർ, മാഗസീൻസ്, അതുപോലെ തന്നെ ഓൺലൈൻ പബ്ലിക്കേഷൻസ് എക്സെട്ര. അതായത് ഈ പറയുന്ന മാധ്യമങ്ങളിൽ കൂടെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡാറ്റേനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതിനെ ബേസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പോപ്പുലേഷനെ ബേസ് ചെയ്ത് സെൻസസിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതായത് ഓരോ സ്റ്റേറ്റിൽ എത്ര ആളുകളുണ്ട്, ആ രാജ്യത്തെ ടോട്ടൽ എത്രയുണ്ട്, കേരളത്തിൽ എത്രയുണ്ട്, മെയിൽ എത്രയുണ്ട്, ഫീമെയിൽ എത്രയുണ്ട്, കുട്ടികൾ എത്രയുണ്ട്, അതുപോലെ തന്നെ ആ സ്ഥലത്തുള്ള ടോട്ടൽ ആളുകൾ എത്രയുണ്ട്, അങ്ങനെ ഓരോ സ്റ്റേറ്റിലും എത്രയുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഒരു ഡാറ്റയാക്കി മാറ്റാൻ പറ്റും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഡാറ്റ. ഒരു ഡാറ്റ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? അതായത് ഡാറ്റ ഗിവൺ അബവ് ടെൽസ് അസ് മെനി തിങ്സ്. അതായത് ഇപ്പോൾ ടേബിൾ 3 ആണെങ്കിലും ടേബിൾ 2 ആണെങ്കിലും അതിനെ ബേസ് ചെയ്ത് പല കാര്യങ്ങളും ഒരു മീനിങ് ഫുള്ളായിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും അതിനെ ഗ്രാഫായിട്ട് വരയ്ക്കാനും അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ടിലേക്ക് എത്തുവാനും അതുപോലെ തന്നെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുവാനും അതുപോലെ തന്നെ ഫ്യൂച്ചർ റെഫറൻസിലേക്കും അതുപോലെ തന്നെ ഫർദർ സജഷൻസിലേക്കും അല്ലെങ്കിൽ തന്നെ എന്താണ് പിന്നെ റിസർച്ച് മെത്തേഡിലേക്ക് പോകാനും അല്ലെങ്കിൽ തന്നെ നമ്മൾ ചെയ്ത വർക്കിൻ്റെ ഒരു ഹൈപ്പോത്തസിസ് ശരിയാണോ തെറ്റാണോ എന്ന് പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ പിന്നെ എന്താണ് ഒരു നല്ല സജഷൻ കൊടുക്കാനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത് കൊണ്ടും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതുകൊണ്ടും പിന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യും? സാധിക്കും. ഇവിടെ നോക്കാം. ഫ്രം ദി എബവ് യു ക്യാൻ കൺക്ലൂഡ് ദാറ്റ് അൺടിൽ, മനസ്സിലായില്ലേ? അൺടിൽ വി ഹാവ് ദി അപ്രോപ്രിയേറ്റ് ഡാറ്റ വി കനോട്ട് നോ ദ ഡിസൈർ ഇൻഫർമേഷൻ. സപ്പോസ് യു ഹാവ് ടു സ്റ്റഡി ദ ഫോളോയിങ്. നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ട ഒരു ഡാറ്റയിൽ നിന്ന്? പെർഫോമൻസ് ഓഫ് എ ക്ലാസ് ഇൻ എ മാത്തമാറ്റിക്സ് എക്സാം. ഒരു ക്ലാസ്സിൽ ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പരീക്ഷ നടത്തുന്നു അല്ലേ? ഒരു ക്ലാസ് ടീച്ചറോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പരീക്ഷ നടത്തുന്നു. ആ ക്ലാസ്സിൽ എത്ര കുട്ടികൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ കിട്ടി എന്നുള്ളത് ആരുടെ പക്കലുണ്ട്? ഒരു ക്ലാസ് ടീച്ചറിൻ്റെ പക്കലുണ്ട്. ഇനി ഒരു മാത്സ് ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ആ ക്ലാസ്സിലെ കുട്ടികളുടെ മാത്തമാറ്റിക്സിൻ്റെ മാർക്ക് ആർക്കൊക്കെയാണ് എത്രയൊക്കെയാണുള്ളത്, ഔട്ട് ഓഫ് എത്രയാണ്, ആർക്കാണ് ഹൈ ലോ മീഡിയം എന്നുള്ളത് ഫുൾ ഡീറ്റെയിൽസ് അവരുടെ കയ്യിലുണ്ട്. അതൊരു ഡാറ്റയാണ്. അതിനെ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാനും ഗ്രാഫായിട്ട് വരയ്ക്കാനും പറ്റും. ഒന്നുമില്ലെങ്കിലും കൂടുതൽ ആർക്ക് കുറവാർക്ക് ആരൊക്കെ ജയിച്ചോ തോറ്റോ എന്നൊക്കെ നമുക്ക് അങ്ങനെയെങ്കിലും അനലൈസ് ചെയ്യാം. ഇനി ഒരു ക്ലാസ് ടീച്ചർ സംബന്ധിച്ചിടത്തോളം മാത്സ് മാത്രമല്ല കിട്ടുന്നത്. പിന്നെ എന്താണ്? ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, മാത്സ്, സയൻസിൻ്റെ ഇതര വിഷയങ്ങൾ, സോഷ്യൽ സ്റ്റഡീസ്, ജോഗ്രഫി, ഹിസ്റ്ററി, സിവിക്സ് ഇത്യാദികളും പിന്നെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എന്ന് വേണ്ട ഇപ്പം ഫിസിക്കൽ എഡ്യൂക്കേഷൻ, സ്പോർട്സ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഒരു ക്ലാസ് ടീച്ചറിൻ്റെ പക്കലെല്ലാം അതത് സബ്ജക്റ്റായിട്ട് ഇങ്ങനെ ഗ്രാഫ് പോലെ തന്നെ ഡാറ്റയായിട്ട് കോളം ബൈ കോളമായിട്ട് കിട്ടും. അത് കാണുമ്പോൾ നമുക്കൊരു ചാർട്ടായിട്ടോ ഗ്രാഫായിട്ടോ ഓരോ വിദ്യാർത്ഥികളെ ബേസ് ചെയ്ത് എത്രയാണോ മാർക്ക് കിട്ടുന്നത് അങ്ങനെയും വരയ്ക്കാം. അതുപോലെ തന്നെ മറ്റു കുട്ടികൾക്ക് എത്രയാണോ കിട്ടിയത് അത് വെച്ച് കമ്പയർ ചെയ്തും വരയ്ക്കാം. അതായത് ഗ്രാഫിക്കൽ ഫോമിലേക്ക് നമുക്ക് മാറ്റാനും പറ്റും. അതായത് ഒരു പരീക്ഷയിൽ നിന്ന് മറ്റൊരു പരീക്ഷയിലേക്ക് കടക്കുമ്പോൾ കുട്ടി ഉയർന്നാണോ താഴ്ന്നാണോ ഇരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ പരീക്ഷേനെ കമ്പയർ ചെയ്ത് ഉയർന്നാണ് ഇരിക്കുന്നത്. മറ്റേ സബ്ജക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആദ്യത്തെ പരീക്ഷ കമ്പയർ ചെയ്ത് മൂന്നാമത്തെ പരീക്ഷ ഒരല്പം താന്നു പോയി. പക്ഷേ അഞ്ചാമത്തെ പരീക്ഷ നടത്തിയപ്പം ആ സബ്ജക്റ്റിൽ ഒരല്പം എന്ത് ചെയ്തു? ഉയർച്ച വന്നു. അപ്പോൾ താഴ്ച ഉയർച്ച താഴ്ച ഉയർച്ച കോൺസ്റ്റൻറ്റ്
ഇതെല്ലാം ഒരു ഗ്രാഫ് നോക്കുമ്പോൾ സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. തന്നിക്കുന്ന ഡാറ്റേനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇൻ ഷോർട്ട്, മനസ്സിലായില്ലേ? അതാണ് എൻ്റെ ചുരുക്കം, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഫീമെയിൽ ലിറ്ററസി റേറ്റ് ഇൻ എ ഗിവൺ ഡേറ്റ, പിന്നെ നമ്പർ ഓഫ് ഗേൾസ് ബിലോ ദ ഏജ് ഓഫ് 5 years ഇൻ യുവർ ലൊക്കാലിറ്റി. അതായത് ഇപ്പം നമ്മുടെ കുട്ടികൾ എത്രയുണ്ട് എന്ന് നോക്കുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു പ്രത്യേക ലൊക്കാലിറ്റിയിൽ ആ സ്ഥലത്തുള്ള മാത്രം മതി എത്ര പേരുണ്ട്, മനസ്സിലായില്ലേ? അത് എത്രായിരം പേരുണ്ട്, അല്ലെങ്കിൽ എത്ര കുട്ടികൾ കൂടുതലായിട്ട് ജനിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള കണക്കുകൾ എടുക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഡാറ്റ പോയി കളക്ട് ചെയ്യേണ്ടി വരും. ഒരു സർവേ മെത്തേഡ് പോലെ എന്ത് ചെയ്യേണ്ടി വരും, കളക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ കളക്ട് ചെയ്താൽ മാത്രം മതിയോ, അതിനൊരു ഗ്രാഫായിട്ട് എടുത്ത് എന്ത് ചെയ്യണം. അപ്പോൾ നമുക്ക് റിസർച്ച് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ അതൊരു ഗ്രാഫായിട്ട് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രാഫിക്കലായിട്ട് വരയ്ക്കാൻ പറ്റും. വേണമെങ്കിൽ ഗവൺമെൻറ്റിനും കൊടുക്കാൻ പറ്റും. സെൻസസ് ഒക്കെ എടുക്കുന്നവർ ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഗ്രാഫിക്കലായിട്ട് എന്ത് ചെയ്യുന്നത്, മാറ്റുന്നത്. ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ സെയിൽ ഓഫ് കാർ ആഫ്റ്റർ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് GST. ഈ നരേന്ദ്രമോദി വന്ന ശേഷം GST വന്നല്ലോ, ഇങ്ങോട്ട് അതൊരു ടാക്സ് ആണ് കേട്ടോ. ഓരോ വസ്തുവിനും എത്ര ടാക്സ്, ഒരു യൂണിഫോം ആയിട്ടുള്ള ടാക്സാണ്, മനസ്സിലായില്ലേ? അതായത് പണ്ടിപ്പം ചില ആളുകൾ, നിൻ്റെ അമ്മയൊക്കെ പണ്ട് തിരുനെൽവേലിയിൽ കല്യാണ സാരി എടുക്കാൻ പോയിട്ടുണ്ട്. അതായത് അവിടെ പോയി കഴിഞ്ഞാൽ വില കുറവ് കിട്ടും എന്നുള്ള അർത്ഥത്തിലാണ് പോകുന്നത്. നേരെ മറിച്ച് ചില ആളുകൾ ഇപ്പം ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ചില ആഹാര വസ്തുക്കൾക്ക് ഇത്ര കൊടുത്താൽ മതി എന്നുകൊണ്ട് അങ്ങനെ പോകും. ഇപ്പം കാഞ്ചീപുരം പട്ട് ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ സാരിക്ക് ഇന്നതുപോലെയാണ്. ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ടൈൽസിന് ഇന്നതുപോലെയാണ്. ഇവിടെ കൂടുതലാണ്, അവിടെ കുറവാണ്. ഇത് മനസ്സിലാക്കിയ ആളുകൾ പണ്ട് അങ്ങനെ പോയിരുന്നു. നരേന്ദ്രമോദി പറഞ്ഞു അത് വേണ്ട, നമുക്ക് GST എന്ന് പറഞ്ഞൊരു യൂണിഫോം സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും ആന്ധ്രാപ്രദേശിലേക്കും ഗുജറാത്തിലേക്കും ഹിമാചൽ പ്രദേശിലേക്കും ഒന്നും വണ്ടി ഓടിച്ച് പോകേണ്ട കാര്യമില്ല. നിങ്ങൾ ഏത് സ്ഥലത്താണ് നിൽക്കുന്നത് അവിടെ എല്ലാം ഒരേ റേറ്റ്, മനസ്സിലായില്ലേ, ഒരേ ടാക്സ് എന്നുള്ള അർത്ഥത്തിൽ ഒരു പ്രത്യേക വരുമാനം, അതായത് ഒരു പ്രത്യേക സ്ലാബിന് ശേഷമുള്ളവർക്കൊരു ഏർപ്പെടുത്തുന്ന ടാക്സാണ് GST. അതിനെയാണ് എന്താ പറയുന്നത്, യൂണിഫോം ആയിട്ടുള്ള ഇന്ത്യ ഒട്ടാകെയുള്ള ഒരു ടാക്സ് സിസ്റ്റത്തിന് പറയുന്നവരാണ് GST. അത് വ്യാപാരികളാണ് പേ ചെയ്യുന്നത്. അങ്ങനെ വന്നതുകൊണ്ട് നമ്മളിപ്പോൾ ആന്ധ്രയിൽ പോയി എടുത്താലോ തിരുനെൽവേലിയിൽ പോയി എടുത്താലോ ഗുജറാത്തിൽ പോയി എടുത്താലോ പിന്നെ പഞ്ചാബിൽ പോയി എടുത്തിട്ടും വലിയ മേന്മയൊന്നുമില്ല. എല്ലായിടത്തും ഒരുപോലെയാണ്. കാരണം രാജ്യം മുഴുവൻ ഒരു പ്രധാനമന്ത്രിയുള്ളൂ. അങ്ങേര് GST ഏർപ്പെടുത്തിയതുകൊണ്ട് പിന്നെ എല്ലാവർക്കും യൂണിഫോം ആയിട്ടുള്ള ടാക്സ് അല്ലേ. അതാണ് GSTയുടെ ഗുണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഗുണവുമുണ്ട് ദോഷമുണ്ട്. ഈ അടുത്ത കാലത്താണ് പിന്നെ ഗവൺമെൻറ് ആ ടാക്സിനൊക്കെ വെട്ടിക്കുറച്ച് ഒരു പ്രത്യേക സ്ലാബിന് താഴെയുള്ളവർക്കൊന്നും അത്രയൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അതിനു മുമ്പേ ഇത്തിരി ടാക്സ് കൊള്ള പോലെ ആയിരുന്നു, മനസ്സിലായില്ലേ? ഉള്ള കാര്യം ഉള്ള പോലെ പറയുന്നുണ്ട്. ഇവിടെ നോക്ക്, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. നമ്മളൊരു ഡാറ്റ ചുമ്മാ കളക്ട് ചെയ്താൽ മതിയോ? എന്നിട്ടോ ഈ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞേക്കുന്ന പോലെ ഇങ്ങനെ ഒരു പിന്നെ ഗ്രാഫൊക്കെ മേടിച്ച് അല്ലെങ്കിൽ പിന്നെ സ്കെയിലും പെൻസിലും അതുപോലെ പേനയും അതുപോലെ ടാബുലർ കോളമൊക്കെ ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ട് ഇതുപോലെയൊക്കെ വരച്ച് കഴിഞ്ഞാൽ അത് കാണുന്ന വ്യക്തിക്ക് ഒരു ഇമ്പ്രഷൻ ഉണ്ടാവും. നമുക്ക് തന്നെ നോക്കുമ്പം ഒരു പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ ഡയറിയൊക്കെ എഴുതൂലേ അതുപോലെ. അതാണ് ഒരു റൈറ്റിംഗ് ഹാബിറ്റ് വേണമെന്ന് പറയുന്നത്. ജീവിതത്തിൽ നമുക്ക് ചെയ്യുന്നത് പോലെ ഒരു ഓർഡറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ മാർക്ക് ലിസ്റ്റ് ഒരു ക്രമമായിട്ട് എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ ഷഫിൾഡായി കിടക്കില്ല. അറ്റ് എ ഗ്ലാൻസ് ഓരോ സ്റ്റുഡൻറ്റിന് എത്രയാണ് മാർക്കെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രഥമ ദൃഷ്ടിയാൽ തന്നെ കാണാൻ പറ്റും. ഇപ്പം ഒരു കോടതിയാണ്, അസീം ദാറ്റ് ഒരു നല്ല കോടതിയാണ്, വേറെ ക്രിമിനൽസിനെയോ അല്ലെങ്കിൽ ദിലീപിനെയോ കാവ്യമാധവനെയൊന്നും സപ്പോർട്ട് ചെയ്യാത്ത ഒരു നല്ല കോടതി. അതായത് നീതി എന്നുള്ള അർത്ഥത്തിലാണ് ആ കോടതി ഇരിക്കുന്നതെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എത്ര കേസ് തീർപ്പാക്കി, എത്ര കേസ് തീർപ്പാക്കിയില്ല, എത്ര ക്രിമിനൽസിനെ ഒരു കറക്ഷന് വേണ്ടി ജയിലിൽ വിട്ടു. അവരെ ശിക്ഷിക്കാനല്ല, ശിക്ഷിക്കാനാണെന്ന് വെച്ചാൽ ആണ്, പക്ഷേ ഒരു കറക്ഷൻ, മനസ്സിലായില്ലേ? ഇപ്പോൾ ജയിലിലുള്ള ആളുകൾക്ക് ഒരു ദിവസം ഇത്രയും വരുമാനമൊന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കറക്ഷന് വേണ്ടി വിട്ടു. അതൊരു ഡാറ്റയായിട്ട് കോടതി റെക്കോർഡ്സിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ ജഡ്ജി റിട്ടയർഡായി കഴിഞ്ഞാലും അടുത്ത വരുന്ന ജഡ്ജിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങോട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ തരംതിരിച്ച് പിന്നെ മനസ്സിലായില്ലേ, ആ ക്രമത്തോടു കൂടി വായിക്കാൻ പറ്റും. അതിനെയാണ് എന്ത് പറയുന്നത്, ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയും. എന്ത് പറയും? ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. അതായത് ഒരു എക്സാമ്പിൾ നോക്കാം, എന്താണ് ഈ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയാം. ഇങ്ങോട്ടൊക്കെ ഇൻ ദ ഫസ്റ്റ് പീരിയോഡിക്കൽ ടെസ്റ്റ് ഓഫ് ഹിന്ദി, അതായത് ഒരു ക്ലാസ്സിൽ കുറച്ച് കുട്ടികളുണ്ടെന്ന് സങ്കല്പിക്കുക. ഏതോ ഒരു ക്ലാസ്സിൽ റിയലാകാം, ചിലപ്പോൾ അൺറിയൽ ആകാം, അത് നമ്മുടെ വിഷയമല്ല. പീരിയോഡിക്കൽ ടെസ്റ്റ് ഓഫ് ഹിന്ദി 15 സ്റ്റുഡൻസ് ഓഫ് നമിതാസ് ക്ലാസ് സ്കോർഡ് ദ ഫോളോയിങ് മാർക്സ്. നമിത എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ ക്ലാസ്സിലുള്ള ഏതോ 15 പിള്ളേർ താഴെ പറയുന്ന പ്രകാരം മാർക്ക് മേടിച്ചു. ചിലർ 12, മനസ്സിലായില്ലേ, ചിലർ 36, 36, 12, 36, 39, 24, 42, 46, 48, 25, 26, 37, 41, 44, 45, 34, 29. ഞാൻ ടേക്ക് യുവർ നമ്പേഴ്സ് പറഞ്ഞതല്ല, അവർ മേടിച്ച മാർക്ക് ക്രമത്തിൽ എഴുതിയതാണ്. എന്തുകൊണ്ട് കുറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പം അവരുടെ സാഹചര്യം ഉണ്ടോ അല്ലെങ്കിൽ അവർ എഴുതാത്തതുണ്ടോ
ചിലപ്പോൾ വേറെ എന്തെങ്കിലും ചിന്തിച്ചതുകൊണ്ടോ ചിലപ്പോൾ ടെൻഷൻ കൊണ്ടോ അതൊക്കെ ആയിരിക്കും. നമ്മൾ അതിനെയല്ല ഇവിടെ ചോദ്യം ചെയ്യുന്നത്, എത്ര മാർക്ക് കിട്ടിയെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഇതിനെ നമ്മളൊരു ചാർട്ട് പോലെ നമ്മൾ എഴുതിയാലോ. ഫോർ എക്സാമ്പിൾ ഇങ്ങോട്ട് നോക്ക്. ഇപ്പോൾ അജയ്, രോഹൻ, കാഞ്ചൻ, പ്രിയാൻഷു, നിത്യ, ഒരു അസ്യൂം ചെയ്ത പേരുകളാണ്, യഥാർത്ഥ പേരൊന്നും അല്ല. മനസ്സിലായില്ലേ? അങ്ങനെയുള്ളവർക്ക് എത്ര കിട്ടി? 12, 24, 48, 37, 45. ഇനി മോഹൻ, ആയൂബ്, നിലഭ്, ഗുഞ്ചൻ, രപ്യ. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ളവർക്ക് എത്ര കിട്ടി? 36, 42, 25, 41, 34. ഇനി ഇർഫാൻ, ജാസ്ബീർ, ബൽരാജ്, രോഹിത്, ആനന്ദ്. മനസ്സിലായില്ലേ? ആനന്ദോ എന്തോ ആയിക്കോട്ടെ. മനസ്സിലായില്ലേ? അങ്ങനെയുള്ളവർക്ക് എത്ര കിട്ടി? 39, 46, 26, 44, 29. കണ്ടോ? അപ്പോൾ അങ്ങനെ കണ്ടോ, ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. തന്നിരിക്കുന്ന ഡാറ്റയെ ഒരു ടേബിൾ ഫോമിൽ എഴുതുന്നതിനാണ് എന്ത് പറയുന്നത്? ഡാറ്റയെ ആദ്യം കളക്ട് ചെയ്യണം. ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ മനസ്സിനകത്തൊരു പ്രിപ്പറേഷൻ വേണം. എന്താണ്? മനസ്സിനകത്തുള്ള പ്രിപ്പറേഷൻ. അത് കഴിഞ്ഞിട്ട് ഡാറ്റ കളക്ട് ചെയ്യണം. അതായത് സർവേ മെത്തേഡ്. ചില വീടുകളിലൊക്കെ പോയി നമ്മൾ ആ ഡാറ്റ ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ഡാറ്റേനെ കളക്ട് ചെയ്യണം. ഇപ്പോൾ എമ്മയുടെ തീസിസിനൊക്കെ നമ്മൾ പോകത്തില്ല, അതുപോലെ ആ ഡാറ്റയെ കളക്ട് ചെയ്താൽ മാത്രം പോരാ, പിന്നെ എന്ത് ചെയ്യണം? അതിനെ ഓർഗനൈസ് ചെയ്യണം. എന്ത് ചെയ്യണം? ഓർഗനൈസ് ചെയ്യണം. ഓർഗനൈസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാബുലർ കോളത്തിലോ ഗ്രാഫിലോ ഒക്കെ ആക്കത്തക്ക രീതിയിൽ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓർഗനൈസ് ചെയ്യണം. അതിനാണ് എന്ത് പറയുന്നത്? ഓർഗനൈസേഷൻ എന്ന് പറയും. ഇതിനാണ് ഓർഗനൈസേഷൻ എന്ന് പറയും. ഇനി അടുത്തൊരു ഓർഗനൈസേഷൻ നോക്കൂ. കാഞ്ചൻ, രോഹിത്, ഇർഫാൻ, രപ്യ, നിലബ്. മാർക്ക് എത്രയാണ്? 48, 44, 39, 34, 25. ഇൻ ഓർഡർ ടു ഗെറ്റ് എ ബെറ്റർ ഐഡിയ. ഇങ്ങോട്ട് നോക്കൂ. ഇനി അടുത്ത ഒരു കോളം എന്താണെന്ന് നോക്കാം. ഇൻ ഓർഡർ ടു ഗെറ്റ് എ ബെറ്റർ ഐഡിയ ഷീ അറേഞ്ച്ഡ് ദ ഡാറ്റ ഇൻ ഡിസെൻഡിങ് ഓർഡർ ഷോൺ ഹിയർ. ഇവിടെ നമ്മൾ നോക്കിയത് ചിലപ്പം സാധാരണ രീതിയിലായിരിക്കും. ദ റാ ഡാറ്റ ക്യാൻ ഹാർഡ്ലി ഗീവ് എന്താണ് എനി കോൺക്രീറ്റ് റിസൾട്ട് ആസ് ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ. ഷീ ലേറ്റർ പ്രിപ്പയർഡ് എ ടേബിൾ ഗിവിംഗ് ദ നെയിം ഓഫ് സ്റ്റുഡൻസ് ആൻഡ് മാർക്സ് ഒബ്റ്റെയിൻഡ്. ലെറ്റ് us ചെക്ക് ദ ടേബിൾ ആൻഡ് ഫൈൻഡ് ഔട്ട് ഇഫ് ഇറ്റ് ക്യാൻ ഹെൽപ്പ് നമിത ഓർ നോട്ട്. ഇത് ആദ്യം പ്രിപ്പയർ ചെയ്ത ഡാറ്റ. എന്നാൽ രണ്ടാമത് പ്രിപ്പയർ ചെയ്ത ഡാറ്റ എന്താണെന്ന് നോക്കാം. രണ്ടാമത് പ്രിപ്പയർ ചെയ്ത ഡാറ്റ എന്താണ്? അതുകൊണ്ട് ഈ പറയുന്ന പ്രകാരമാണ്. അതായത് കാഞ്ചൻ 48, രോഹിത് 44, ഡിസെൻഡിങ് അങ്ങനെ പോയി നിലബ് വരെ 25. അതായത് ജാസ്ബീർ, ആയൂബ്, പ്രിയാൻഷു, അനന്ത്, രോഹൻ എന്നുള്ളത് 46, 42, 46, 42, 37, 29, 24 ഡിസെൻഡിങ് ഓർഡറിലായി. അതുപോലെ നിത്യ, ഗുഞ്ചൻ, മോഹൻ, ബൽരാജ്, അജയ് എന്നുള്ളതും എങ്ങനെയാണ്? ഡിസെൻഡിങ്. വാട്ട് ഈസ് ഡിസെൻഡിങ് ഓർഡർ? ലാർജസ്റ്റ് വലുതാദ്യവും ചെറുത് ലാസ്റ്റ്. അതായത് ലീസ്റ്റ് എന്ന് പറയുന്ന അവസാനമായിരിക്കും. അതാണ് ഡിസെൻഡിങ് ഓർഡർ. പണ്ട് പഠിച്ചിട്ടില്ലേ? അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചെറുതാദ്യവും വലുത് അവസാനവും. ഡിസെൻഡിങ് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വലുതാദ്യവും ചെറുതെന്താണ്? താഴെ അങ്ങോട്ട് പോകവേ ചെറുതായിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാളിനൊരു രോഗം ഉണ്ടെന്നിരിക്കട്ടെ. ആ രോഗം ഡിസെൻഡിങ് ഓർഡറിൽ വെച്ചാൽ നമുക്ക് സന്തോഷമാണ്. കാരണം ഇങ്ങോട്ടൊക്കെ അസ്യൂം ദാറ്റ് ഒരാൾക്ക് എന്തെങ്കിലും ഒരു മാരകമായ രോഗമുണ്ട്. ഓരോ ദിവസം കഴിയുന്നതോറും രോഗം കുറഞ്ഞു വരുന്നു. അതിൽ പരം സന്തോഷമേറെ ഉണ്ടോ? അതായത് ആദ്യത്തെ ഒരു മാസം കുറച്ച് രോഗം ഉണ്ടായിരുന്നു. ഫെബ്രുവരി ആയപ്പോൾ രോഗം കുറഞ്ഞു. അതായത് ഡിസെൻഡിങ് ആണ്. മാർച്ച് ആയപ്പോൾ എന്ത് ചെയ്തു? പിന്നെയും കുറഞ്ഞു. ഏപ്രിലൊക്കെ ആയപ്പോൾ പതുക്കെ ആ വ്യക്തി കണ്ണ് തുറക്കുന്ന സ്ഥിതിയായി. മെയ് ആയപ്പോഴത്തേക്കും ആ വ്യക്തി കൈയും കാലും അനക്കുന്ന സ്ഥിതിയായി. ജൂൺ ആയപ്പോഴത്തേക്കും ആ വ്യക്തി എഴുന്നേറ്റ് ഇരിക്കുന്ന സ്ഥിതിയായി. ജൂലൈ ആയപ്പോൾ ആ വ്യക്തി റൂമിനകത്ത് നടക്കുന്ന സ്ഥിതിയായി. ആഗസ്റ്റ് ആയപ്പോൾ പിന്നെ പറയേണ്ട അവിടെ ഓട്ടമായി. സെപ്റ്റംബർ ആയപ്പോഴത്തേക്കും ആ വ്യക്തി പതുക്കെ പുറത്തോട്ട് പോകുന്ന സ്ഥിതിയായി. ഒക്ടോബർ ആയപ്പോൾ കയറ്റം കയറുന്ന സ്ഥിതിയായി. നവംബർ ആയപ്പോൾ പതുക്കെ സൈക്കിളും സ്കൂട്ടർ ഓട്ടിക്കുന്ന സ്ഥിതിയായി. ഡിസംബർ ആയപ്പോഴത്തേക്കും പിന്നെ ആ പുള്ളി ബസ്സിലും കേരളത്തിനകത്തും സഞ്ചരിക്കുന്ന സ്ഥിതിയായി. ജനുവരി ആയപ്പോൾ പിന്നെ ആ വ്യക്തി കേരളത്തിൽ പോലും കാണാനില്ല. അതാണ് ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും രോഗം കുറഞ്ഞു വരും. ആ രോഗത്തിന് പിന്നെ അവിടെ എന്തില്ല? സ്ഥാനമില്ല. അസ്യൂം ദാറ്റ് ഇങ്ങോട്ടൊക്കെ ഒരു പിന്നെ എന്തെങ്കിലും ഒരു രോഗം, ഇപ്പോൾ RCCയിലുള്ള ഒരാൾക്കൊരു ക്യാൻസർ എന്തെങ്കിലും ഉണ്ടെന്നിരിക്കട്ടെ. ഓരോ ദിവസം കഴിയുന്തോറും ക്യാൻസർ കുറഞ്ഞു വരുന്നു. അതിൻ്റെ ശക്തി കുറയുന്നു. അതായത് ആ രോഗത്തിന് മനസ്സിലായി എന്താണ്? ഈ വ്യക്തിയോട് കളിച്ചിട്ട് കാര്യമില്ല. ദിനം ചെല്ലുന്തോറും ഈ രോഗത്തിൻ്റെ ശക്തി കുറഞ്ഞു വരും. ഈ വ്യക്തിയോട് കളിച്ചു കഴിഞ്ഞാൽ ഈ രോഗത്തിൻ്റെ കാര്യം കട്ടയും പടമാണ്. അതായത് ഓരോ നാൾ കഴിയുന്തോറും ഈ രോഗം ക്ഷയിച്ച് വരും. മനസ്സിലായില്ലേ? ഈ രോഗം എങ്ങനെ വരും? കുറഞ്ഞ് ഒരു പ്രത്യേക ഘട്ടം കഴിയുമ്പോഴത്തേക്ക് പിന്നെ രോഗം എന്താണെന്ന് പോലും അവർക്ക് അറിഞ്ഞൂടും. അതിനെ പറയുന്നവരാണ് ഡിസെൻഡിങ്. അതായത് വലുതിൽ നിന്നും ചെറുതിലോട്ട്. അസെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ കുട്ടുമോന് 7ാം ക്ലാസ്സിൽ എത്ര മാർക്കേ ഉള്ളൂ? മാത്സിന് ഒരു പ്രത്യേക മാർക്കേ ഉള്ളൂ. അസ്യൂം ദാറ്റ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു പിന്നെ ഔട്ട് ഓഫ് 100 ഒരു 45 ഉള്ളൂ എന്ന് അസ്യൂം ചെയ്യുക. 8ാം ക്ലാസ് ആയപ്പോഴത്തേക്കും അത് 55 ആയി. 9ാം ക്ലാസ് ആയപ്പോഴത്തേക്കും അത് 75 ആയി.
10ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് അത് 95, +1 +2 ആയപ്പോഴത്തേക്ക് ചിലപ്പോൾ അസ്യൂം ദാറ്റ് ഒരു ഫുൾ മാർക്ക് കിട്ടി. അതുപോലെ തന്നെ ഓരോ കലാ കായിക മേഖലയിലും പെർഫോമൻസിലും നല്ല വർധന ഉണ്ടായി. മാത്രമല്ല ബൈബിളൊക്കെ നന്നായിട്ട് വായിക്കാൻ തുടങ്ങി. അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്താണ്? അസെൻഡിങ് ഓർഡർ. എന്നാൽ രോഗം വരാനുള്ള സാധ്യത കുറഞ്ഞും വരും. അതും അങ്ങനെ ഒരു കാര്യം ചിന്തിച്ച് നോക്കുക. അതാണ് ഡിസെൻഡിങ്. ഓരോ വയസ്സ് ചെല്ലുന്തോറും ജലദോഷവും പനിയും വരാനുള്ള സാധ്യത കുറഞ്ഞു വരുന്നു. അതായത് അതിന് ജലദോഷത്തിന് മോനെ പേടിയാണ്. എങ്ങാനും മോൻ്റെ അടുത്തോടെ പോയി കഴിഞ്ഞാൽ അതിനെ പിടിച്ച് ഇടിച്ച് എന്ത് ചെയ്യും? ആ രോഗാണുവിൻ്റെ കുടുംബ ഗോത്ര തകർത്തുകളെ. പിന്നെ ആ രോഗാണു പോലും ഈ ഭൂമുഖത്തില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? കാണുമ്പോൾ എൻ്റെ പൊന്ന് അണ്ണാച്ചി എന്നെ ഉപദ്രവിക്കാതെ വിടാൻ തോന്നും. വേണമെങ്കിൽ ഇങ്ങനെ അറിയാം, എൻ്റെ പൊന്ന് ഇമ്മാനുള്ള അണ്ണ എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ എവിടെയെങ്കിലും ഒതുങ്ങി ജീവിച്ചോളാം, അല്ല ആറ്റിലോ കുളത്തിലോ വല്ലതും അമ്മീവേട്ടോ എല്ലാം ജീവിച്ചോളാം, എന്നെ ഉപദ്രവിക്കാതെ ഒന്ന് ഇരിക്കാൻ തോന്നും. അതുകൊണ്ട് ഇമ്മാനുള്ള അണ്ണ എന്നെ ഒന്ന് വിട്ട് പോകാൻ തോന്നും. അണ്ണ ഒന്ന് ചുമയ്ക്കുമ്പം തന്നെ ഞാൻ തകർന്നു, കൊല്ലാതെ വിട്ടേക്ക് എണ്ണ പറയും. മനസ്സിലായില്ലേ? ആ രോഗാണുവിന് മോനെ പേടിയാണ്. മനസ്സിലായില്ലേ? എങ്ങാനും രോഗാനും മോൻ്റെ കൈപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അടിച്ച് മനസ്സിലായില്ലേ പിന്നെ കൊന്നുകളയും. അതുകൊണ്ട് ഒരുവിധപ്പെട്ട രോഗാണുക്കൾക്കെല്ലാം പലരെയും പേടിയാണ്. അതിനെയാണ് എന്താ പറയുന്നത്? ഓരോ ദിവസം കഴിയുന്തോറും ഡിസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ കുറഞ്ഞു വരും. അതിനാണ് നമ്മൾ എന്താ പറയുന്നത്? ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. നമുക്ക് ലെറ്റ് us കൺസിഡർ ഫ്യൂ ടേംസ് ദാറ്റ് വിൽ ഫ്രീക്വൻറ്റ്ലി അപ്പിയർ ഇൻ ദിസ് ചാപ്റ്റർ. ഇനി ഈ ചാപ്റ്ററിൽ വരാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. എന്താണ് ഫ്രീക്വൻസി? എന്താണ് ഫ്രീക്വൻസി? നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട്, അതായത് ദ നമ്പർ ഓഫ് ടൈംസ് ആൻഡ് ഒബ്സർവേഷൻ ഒക്കേഴ്സ് ഇൻ എ ഗിവൺ ഡാറ്റ ഈസ് കാൾഡ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റേഡിയോയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഫ്രീക്വൻസി നമ്മൾ അനന്തപുരി എഫ് എമ്മുകളിൽ അനന്തപുരി FM 101.9 അനന്തപുരി FM 101.9 അനന്തപുരി FM 101.9 101.9. അപ്പം ആ ഒരു ഫ്രീക്വൻസിയിലാണ് അവർ പാടുന്നത് അല്ലേ? അതിനൊരു വേവ് ലെങ്ത് ഉണ്ട്. നേരെ മറിച്ച് ചിലത് ഹൈ പിച്ചിൽ പാടാറുണ്ട്. അപ്പോൾ അതുപോലെ പാട്ടിനാണെങ്കിലും ഒരു റേഡിയോ പ്രക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണെങ്കിലും TV പ്രക്ഷേപണ കേന്ദ്രത്തിലാണെങ്കിലും ഒരു പ്രത്യേക ഫ്രീക്വൻസി ഉണ്ടല്ലേ പാട്ടുകൾക്കും പ്രോഗ്രാമിനും. അതിൽ ട്യൂൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഏത് കാര്യങ്ങളും കിട്ടത്തുള്ളൂ. മാത്രമല്ല ദ നമ്പർ ഓഫ് ടൈംസ്, ഇവിടെ നോക്കുമ്പോൾ ദ നമ്പർ ഓഫ് ടൈംസ് ആൻഡ് ഒബ്സർവേഷൻ ഒക്കേഴ്സ് ഇൻ എ ഗിവൺ ഡാറ്റ ഈസ് കാൾഡ് ഫ്രീക്വൻസി. ഒരു എക്സാമ്പിൾ നോക്കാം. ഇൻ ദ ഏജ് ഓഫ് 10 സ്റ്റുഡൻസ് ആർ ഗിവൺ അസ് if the age of 10 students are given us 24, 15, 21, 31, 15, 13, 14, 15 എന്താണ് 12, 45, then then we can clearly see that 15 is repeated 3 times, so the frequency of 15 is 3. ഈ ഡേറ്റയിൽ നോക്കിക്കഴിഞ്ഞാൽ 15 എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ഉണ്ട്? 3 പ്രാവശ്യം റിപ്പീറ്റ് ഉണ്ട്. അപ്പോൾ ഫ്രീക്വൻസി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 3. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഒരു വർഷം 3 തവണ കോർപ്പറേഷൻ ഓഫീസിൽ ടാക്സ് അടയ്ക്കാൻ പോകുന്ന ആളുണ്ടെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെ പോകേണ്ട കാര്യമില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് ഇനി അടുത്ത വരുന്ന പിന്നെ ഇലക്ഷന് കേരള അസംബ്ലി ജയിക്കുന്ന ആരെന്ന് അറിയത്തില്ല, പക്ഷേ ആ ജയിക്കുന്ന ആൾ നമ്മുടെ ഫ്രണ്ടാണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ ആ ഫ്രണ്ട് നമ്മളോട് പറയുകയാണ്, വരൂ നമുക്ക് വസ്തുവിൻ്റെ അല്ലെങ്കിൽ കരത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമെങ്കിലോ നമുക്കൊരു ഇളവുണ്ട്, ഞാനതൊന്ന് സംസാരിച്ചേക്കാം, അല്ലെങ്കിൽ ഈ പുതിയ മേയറെ ഒന്ന് കാണും, നമുക്ക് ചില കാര്യങ്ങൾ അനലൈസ് ചെയ്യാം എന്ന് പറയാണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഒരു വർഷം എത്ര പ്രാവശ്യം പോയി നോക്കൂ? 2027 ആണെന്ന് അസ്യൂം ചെയ്യുക. അസ്യൂം ദാറ്റ് ഏപ്രിലിൽ പോയി, സെപ്റ്റംബറിൽ പോയി, നവംബറിൽ പോയി. ഇത് മൂന്നും ഏത് വർഷമാണ്? 2027. അങ്ങനെയാണെങ്കിൽ എത്ര തവണ അവിടെ ഓഫീസിൽ നമ്മൾ കയറിപ്പോയി? 3 തവണ കയറിപ്പോയി. ആ 3 എന്ന് പറയുന്നതിനാണ്, 3 തവണ എന്ന് പറയുന്നതിനാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇപ്പം മോൻ തന്നെ തലമുടി വെട്ടാൻ പോകുന്നിരിക്കട്ടെ, അതായത് ഒരു വർഷത്തിൽ 12 തവണ തലമുടി വെട്ടുന്നു. അപ്പം ഫ്രീക്വൻസി, അതായത് ഹെയർ കട്ടിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ അതാണ് ഫ്രീക്വൻസി. എത്ര തവണ എന്നുള്ളതാണ് ഫ്രീക്വൻസി. മനസ്സിലായില്ലേ? ഇപ്പം ചില ആളുകൾ ചർച്ചിൽ പോകണമെന്നിരിക്കട്ടെ, ഞായറാഴ്ച ചർച്ചിൽ പോകുന്നു. ആഴ്ചയിൽ എത്ര ദിവസം? 7 ദിവസം. ആഴ്ചയിൽ ഒരു ദിവസം ചർച്ചിൽ പോകുന്നു. ചില ആളുകൾ ചില പ്രത്യേക കാര്യങ്ങളോ അല്ലെങ്കിൽ ചില മിനിസ്ട്രിയോ ചില കാര്യങ്ങളോ അപ്ലോഡ് ചെയ്യുകയോ മറ്റ് ചില പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ആഴ്ചയിൽ 7 ദിവസവും ചില പ്രത്യേക സീസണിൽ പോവേണ്ടതായിട്ടുണ്ട് എങ്കിൽ തന്നെയും അങ്ങനെയുള്ളവരെന്ത് പറയാം? അവിടെ ആ വീക്കിലി ഒരാഴ്ചയിൽ അവർ എത്ര പ്രാവശ്യം പോകുന്നുണ്ട്? 7 തവണ. 7 തവണ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഫിസിക്കൽ എത്രയായിട്ട് വരും? 7 ആയിട്ട് എടുത്താൽ മതി. നേരെ മറിച്ച് ആഴ്ചയിൽ സൺഡേയിൽ പിന്നെ പോകുന്നവരെ നമുക്ക് ഫ്രീക്വൻസി ഫിസിക്കൽ 1 എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഓൺലൈൻ മിനിസ്ട്രിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ ശാരീരികമായിട്ട് പോകണമെന്നില്ല. സിംഗപ്പൂർ ഒരു മിനിസ്ട്രി ഉണ്ട്. നമുക്ക് സിംഗപ്പൂർ ഒരു ഇവിടുന്ന് ഈസ്റ്റോട്ടിൽ കയറി ബസ്സിൽ കയറി ബാക്കി കാളവണ്ടി പിടിച്ചോ അല്ലെങ്കിൽ ട്രെയിനിൽ കയറി അങ്ങ് സിംഗപ്പൂരേക്ക് മറ്റേ മമ്മക്കോയെ പറയും പോലെ മക്കളെ ഏതാണ്ട് ആ കാണുന്നതാണ് സൗദി അറേബ്യ, നീന്തി അങ്ങ് പോയാൽ മതി, നീന്തി പോവാക്കൂ. അപ്പം നമുക്ക് നമ്മളിവിടെ ഒരു മൊബൈൽ വെച്ചുകൊണ്ടിരിക്കും, സിംഗപ്പൂരുള്ള ഒരാളൊരു മിനിസ്ട്രി നടത്തുമ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്യും. അതുപോലെ നമ്മൾ ഒരു മീറ്റിംഗ് നടത്തുമ്പോഴത്തേക്കും നമ്മുടെ ഹിയറേഴ്സ്
കേൾക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ലൈവായിട്ട് ആ ഡാറ്റ അങ്ങ് വിട്ടാൽ മതി. ആളുകൾ എന്ത് ചെയ്യും, ആ പ്രോഗ്രാം വീക്ഷിക്കുന്നു. ഇപ്പം അബുദാബിയിലോ, ഇപ്പോൾ അബുദാബിയിലൊക്കെ യുദ്ധമാണ് കേട്ടോ, മൊബൈൽ സ്ഥലത്തൊക്കെ ഇപ്പോൾ യുദ്ധമാണ്. അബുദാബിയിലും അല്ലെ ദുബായിലൊക്കെ യുദ്ധമാണ്. കേട്ടില്ലേ, വാർത്ത കേട്ടില്ലേ? ദുബായിലും അബുദാബിയിലും അല്ലെ സിംഗപ്പൂരും ഫ്രാൻസിലൊക്കെ ഉള്ള ആളുകൾക്ക് എല്ലാവർക്കും ട്രിവാൻഡ്രത്ത് വരാൻ പറ്റും. അപ്പോൾ ഒറ്റ പരിപാടി ചെയ്യുക, നമ്മൾ ഓൺലൈനായിട്ട് ഞായറാഴ്ച ഏതെങ്കിലും ദിവസം ഒരു മീറ്റിംഗ് അങ്ങ് തുടങ്ങുക. വരുന്നവർ ആ മീറ്റിങ്ങിൽ ഗൂഗിൾ മീറ്റിൽ കൂടെയോ സൂം മീറ്റിങ്ങിൽ കൂടെയോ അല്ലെങ്കിൽ ലൈവിൽ പ്രോഗ്രാമിൽ കൂടെ യൂട്യൂബ് ലൈവോ ഫേസ്ബുക്ക് ലൈവോ കൂടെ വരട്ടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സഞ്ചാരം എന്ന് പറഞ്ഞിരിക്കുന്ന കൺസ്ട്രെയിൻറ്റ് മാറിക്കിട്ടും. അതിനെയാണ് എന്താ പറയുന്നത്, ഫ്രീക്വൻസി എന്ന് പറയും. അപ്പം അങ്ങനെയാണെങ്കിലും ഒരാഴ്ചയിൽ എത്ര തവണ നമ്മൾ ഓൺലൈനായിട്ട് അതിലെല്ലാവരും പങ്കെടുത്തു. അപ്പോൾ ചിലർ 5 ദിവസം പങ്കെടുക്കുന്നവരുണ്ട്, ചിലർ ഒരാഴ്ചയിൽ 7 ദിവസം അരമണിക്കൂറോളം പങ്കെടുക്കുന്നവരുണ്ട്, ഒരാഴ്ചയിൽ ചിലപ്പം 2 ദിവസം പങ്കെടുക്കുന്നവരുണ്ട്. എത്ര തവണ പങ്കെടുത്തു എന്നുള്ളതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഫ്രീക്വൻസി എന്നുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി വെൻ ദ ഡാറ്റ ഈസ് പുട്ട് ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ ഇറ്റ് ഈസ് കാൾഡ് ആൻ അറേ. എന്താണ് ഈ അറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കമ്പ്യൂട്ടർ പഠിക്കുമ്പോഴത്തേക്ക് അത് വേണ്ടി വരും. 2 ഡയമെൻഷണൽ അറേ, 3 ഡയമെൻഷണൽ അറേ കേട്ടിട്ടില്ലേ? അതൊക്കെ അങ്ങനെ പഠിക്കേണ്ടി വരും. അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റാനെല്ലാം മെട്രിക്സ് ഫോമിലൊക്കെ എഴുതേണ്ടി വരും. കേട്ടിട്ടില്ലേ അത് മാത്സിൽ, കമ്പ്യൂട്ടറിൽ? ഹലോ, 2 ഡയമെൻഷണൽ അറേ, 3 ഡയമെൻഷണൽ അറേ എന്നൊക്കെ പറഞ്ഞ് കേൾക്കേണ്ടി വരും. അതായത് നമ്മൾ ഈ പറഞ്ഞ ആൾജിബ്രയുടെ ഒക്കെ ഒരു ഹയർ ഫോമാണ്. അതിനെയാണ് എന്ത് പറയുന്നത്, മെട്രിക്സ് എന്ന് പറയും. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആൾജിബ്രയുടെ ഹയർ ഫോമിനെയാണ് എന്ത് പറയുന്നത്, മെട്രിക്സ് എന്ന് പറയും. മനസ്സിലായില്ലേ? ആൾജിബ്രയുടെ ഹയർ ഫോമാണ് മെട്രിക്സ്. അത് ആൾജിബ്രയുടെ ഒരു ബ്രാഞ്ചും കൂടെയാണ്. അവിടെയൊക്കെ നമ്മൾ അറേന്ന് ഉപയോഗിക്കും. ഇവിടെ അറേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിന് വെൻ ദ റാ ഡാറ്റ ഈസ് പുട്ട് ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ ഇറ്റ് ഈസ് കാൾഡ് ആൻ അറേ. എക്സാമ്പിൾ 12, 36, 39, 24, 42, 46, 48, 25, 26, 37, 41, 45 അങ്ങനെ പോകുന്നു. ആ ഡാറ്റയെ നമ്മൾ അന്ന് അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും എന്ത് വരും, 12, 24, 25, 26, 29, 34, 36, 37. ഇതൊരു അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തേക്കുന്നത്. നോക്കൂ, എങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്, അസെൻഡിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. നേരെ മറിച്ച് എന്താണ് ഫ്രീക്വൻസി, തന്നിരിക്കുന്ന ഡാറ്റയിൽ ഈ 15 or 14 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഫ്രീക്വൻസി. എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുള്ള ഫ്രീക്വൻസി. അതുപോലെ തന്നെ അറേന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, തന്നിരിക്കുന്ന ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യും, അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ ആ ഡാറ്റയെ അപ്രകാരം എഴുതുന്നതിന് പറയുന്നവരാണ് അറേ എന്ന് പറയും. ഇനി അതുപോലെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. ഈ ഡാറ്റ കിട്ടിയാൽ മാത്രം പോരാ, ഇതുപോലെ ഒരു ടേബിൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഡാറ്റയെ നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്യേണ്ടി വരും. അതിനെയാണ് പറയുന്നത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. റാ ഡാറ്റ ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ എ ടേബിളർ ഫോം ആൻഡ് സച്ച് ടേബിൾ ഈസ് കാൾഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. ഈ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് പഠിച്ചോണം. അതിൻ്റെ ഡെഫിനിഷൻ എന്തായാലും അധികം ചോദിക്കും. കാരണം ഇതിൽ നിന്ന് തന്നെ ഇങ്ങോട്ടോ ഈ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് തന്നെ കിട്ടും. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, വാട്ട് ഈസ് ആൻ അറേ? ഒറ്റ വാക്കിൽ എഴുതാമല്ലോ, എളുപ്പമല്ലേ? വെൻ ദ റാ ഡാറ്റ ഈസ് പുട്ട് ഇൻ ആൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ ഇറ്റ് ഈസ് കാൾഡ് ആൻ അറേ. ഇത്ര എഴുതിയപ്പോൾ എത്ര മാർക്കായി? ഒരു 2 മാർക്കാണ് തന്നിരിക്കുന്ന അസൈൻ ചെയ്യുക. 2 മാർക്ക് വീണ് കിട്ടിയില്ലേ? പിന്നെ ചിലപ്പോൾ അവർ ചോദിക്കും, വാട്ട് ഈസ് മീൻ ബൈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ? ഒന്നും നോക്കണ്ട, അങ്ങോട്ടൊക്കെ അത് കുറച്ച് വർക്ക് ചെയ്യണം. റാ ഡാറ്റ ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ എ ടാബുലർ ഫോം ആൻഡ് സച്ച് ടേബിൾ ഈസ് കാൾഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. അപ്പോൾ 2 എത്രയായി? 4 ആയി. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും ഫ്രീ ആയില്ലേ? പിന്നെ ചില ഫോർമുല ചോദിക്കും, വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് ദ ഏരിയ ഓഫ് റൈറ്റ് ദ ഫോർമുല റിലേറ്റഡ് ടു ദ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. ഒന്നും നോക്കേണ്ട, എന്താണ് റെക്റ്റാങ്കിൾ തന്നെ? 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. ഏരിയ അല്ല, പെരിമീറ്റർ ആണ്. ഏരിയയുടെ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എത്ര മാർക്ക് കിട്ടി? 1 മാർക്കാണ് കിട്ടിയെങ്കിൽ അത് കിട്ടി. അപ്പോൾ നേരത്തെ 4 ഇതൊന്നും കൂടെ ആയപ്പോൾ എത്രയായി? 5 ആയി. അപ്പോൾ അത്രയും കടന്ന് കിട്ടിയില്ലേ? ഇതൊക്കെയാണ് മാത്സിലെ ടെക്നിക്ക് എന്ന് പറയുന്നത്. അവർ ഫൈനൽ ആൻസർ ലാസ്റ്റേ നോക്കുള്ളൂ, പക്ഷേ എങ്ങനെയാണ് ആ സ്റ്റെപ്പ് എന്നുള്ളതാണ് നോക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ ആ പ്രോബ്ലത്തിനെ എങ്ങനെ അനലൈസ് ചെയ്യുന്നു, കാണുന്നു എന്നുള്ളതിനും കൂടെ അവർ നോക്കാറുണ്ട്. മനസ്സിലായില്ലേ? ഫൈനൽ മാർക്ക് ഏറ്റവും ലാസ്റ്റേ നോക്കുള്ളൂ. ഇപ്പോൾ 7.5 ആണ് ആൻസർ കിട്ടിയെങ്കിൽ ഇപ്പോൾ 7.4 വന്നാലും ഒരു നോക്കട്ടെ, അതൊക്കെ വിടറേ, അത് എങ്ങനെയാണ് അത് കിട്ടിയത്, ആ കുട്ടി എങ്ങനെയാണ് അത് അറ്റൈൻ ചെയ്തത്, അത് എഴുതിക്കുന്ന സ്റ്റെപ്പ് എങ്ങനെയാണ്. പിന്നെ ഹാൻഡ് റൈറ്റിംഗ് കൂടെ നന്നാണെങ്കിൽ പിന്നെ പറയണ്ട. ആ 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഏകദേശം ഒരു 3.5 മാർക്കും എന്ത് ചെയ്യും, ഒരു നഷ്ടമില്ലാതെ കിട്ടും. ആകെ നഷ്ടപ്പെടുന്നത് 1/2 മാർക്ക് മാത്രമേ ഉള്ളൂ. ഒരു അല്പം കൂടെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഫുള്ളും കിട്ടും. പിന്നെ നമ്മൾ ഏത് ക്വസ്റ്റ്യൻ പഠിക്കുന്നു സെലക്ട് ചെയ്യുന്നത് പോലെ ഇരിക്കും. ചോയ്സ് ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാമെന്നുള്ള ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, ആദ്യം എഴുതണം. ഈ കടുകട്ടിയായിട്ടുള്ള ക്വസ്റ്റ്യനൊക്കെ അങ്ങ് വിട്ട് കളഞ്ഞിട്ട് നമുക്ക് സിമ്പിളെന്ന് തോന്നുന്നതും അറിയാമെന്ന് തോന്നുന്നതൊക്കെ എന്ത് ചെയ്യണം, ആദ്യം എഴുതണം. അതുപോലെ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് വർക്ക് ചെയ്യണം കേട്ടോ. ഇപ്പം നമുക്ക് പഠിപ്പിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ ചില ക്വസ്റ്റ്യൻ വരുമെന്നൊക്കെ അറിയാം. മനസ്സിലായില്ലേ? അത് ടിക്ക് ചെയ്ത് അതെങ്കിലും ഒന്ന് പഠിക്കണം. പിന്നെ അതുകൂടാതെ നമ്മൾ ഈ ചെയ്യുന്നതിനെല്ലാം ഞാൻ അപ്ലോഡും ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ ബോഡിയിൽ ഇല്ലെങ്കിൽ തന്നെയും കുട്ടുമോൻ എന്ത് ചെയ്യും, അതൊക്കെ റെഫർ ചെയ്യാം. വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്, ഇന്നലെയും നോക്കിയില്ല. അതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പഠിച്ച പാഠങ്ങൾ എത്ര തവണ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കാണാനും കഴിയും. ഇവിടെ നോക്കും,
ഇവിടെ ഇതാ ഗിവൺ ബിലോ ആർ ദ മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ 20 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. ഒരു ക്ലാസ്സിൽ 20 പിള്ളേരെ ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ ടീച്ചർമാർ ചിന്തിക്കുന്നതാണെന്ന് അറിയാം, രക്ഷപ്പെട്ടടാ, അത്രയും പിള്ളേരെ നോക്കിയാൽ മതിയല്ലോ. മറ്റതൊരു 50 എണ്ണത്തിനെയൊക്കെ മേച്ചുകൊണ്ട് അടക്കാൻ പെടുന്ന പാട് അല്ലേ. 20 പിള്ളേരുണ്ടെങ്കിൽ ശരിക്കും +2 അത്രയേ ഉള്ളൂ കേട്ടോ. ചില ക്ലാസ്സുകളിൽ 6ലും 7ലൊക്കെ ഏതാണ്ട് 20 പിള്ളേരൊക്കെ ഉള്ളൂ. നിങ്ങളുടെ ക്ലാസ്സിലായാലും 27 പിള്ളേരൊക്കെ ഉള്ളൂ. 26. അത്ര വലിയ പ്രയാസം എന്നുള്ളതല്ലേ. 20 പിള്ളേരാകുമ്പോഴത്തേക്കും അവർ ഒരു 5 റോയിലൊക്കെ അടങ്ങിയിരിക്കുന്നെങ്കിൽ ഒരു ബെഞ്ചിൽ 4 പേര് വെച്ച് വെക്കുകയാണെങ്കിൽ സുഖമായിട്ടൊക്കെ ഇവിടെ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് ഒരല്പം സ്കൂളിൻ്റെയൊക്കെ സപ്പോർട്ടുണ്ട്. തീരെ പിള്ളേരെ സൈഡ് നിൽക്കേണ്ട, തീരെ പ്രിൻസിപ്പളിൻ്റെ സൈഡ് നിൽക്കേണ്ട, ഒരു ന്യൂട്രലായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് പിള്ളേർ സുഖമായിട്ട് മാനേജ് ചെയ്യും. മനസ്സിലല്ലേ. എന്നാൽ അവരോട് സ്നേഹത്തോടെ ഇടപെടാനും കഴിയും. മനസ്സിലായില്ലേ. ഒരു ദിവസം തന്നെ 56 മാത്സിലെ പ്രോബ്ലം കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ വരണ്ടു. ഓരോ സബ്ജക്റ്റും അങ്ങനെ 56 പ്രോബ്ലം കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ അത് ആദ്യം ചെയ്യും, ഇതാദ്യം ചെയ്യും. അപ്പം നമുക്ക് പിള്ളേർക്ക് താങ്ങാൻ പറ്റുന്ന ചെയ്യണം. മനസ്സിലായില്ലേ. കഴിയുന്നിടത്തോളം കുട്ടികളോട് നമുക്കൊരു ഫ്രണ്ട്ലി ഇതുണ്ടാവണം. അങ്ങനെയാകുമ്പോൾ ഒന്നുമില്ലേ പിള്ളേർ കുറച്ച് കഴിയുമ്പോഴെങ്കിലും മാഷേ ടീച്ചർ എന്തൊക്കെയാണെന്ന് ചോദിച്ച് വല്ലപ്പോഴും വിളിക്കും. അതാണ് കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത്. അത് ഏത് ഭാഷയിലുള്ളവരാണെങ്കിലും അതുണ്ടാവും. ഗിവൺ ബിലോ ആർ ദ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, കുട്ടികളെന്ന് വെച്ചാൽ ഭാവിയുടെ എന്താണ് അപ്പം ഭാവിയിലെ നമ്മുടെ സമൂഹത്തിന് എൻജിനീയേഴ്സ്. ഗാന്ധിജി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ സൊസൈറ്റിയിലെ എൻജിനീയേഴ്സാണ് കുട്ടികളെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ. ടീച്ചേഴ്സ് ആർ സോഷ്യൽ എൻജിനീയേഴ്സ്. കുട്ടികൾ ഭാവിയുടെ വാഗ്ദാനങ്ങളെ പോലെയാണ്. മനസ്സിലായില്ലേ. അത് ഗാന്ധി പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കൂ, 2, 3, 4, അതായത് 2, 3, 4, 5, 6, 4, 3, 2, 4, 6, 7, 8, 9, 2, 3, 6, 5, 7, 4, 2. അതെന്താണത്? ഗിവൺ ബിലോ ആർ ദ മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ 20 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. ദ മാക്സിമം മാർക്ക് ഈസ് 10. ഏതോ ഒരു ടീച്ചറെ ഏതോ ഒരു ടെസ്റ്റ് പേപ്പർ നടത്തിയപ്പോൾ 10 കിട്ടിയ മാർക്കാണ് ഈ പറയുന്നത്. ഇതിൽ നിന്ന് ഒരാൾക്ക് പോലും ഫുള്ള് കിട്ടിയിട്ടില്ല. ആകെ മാക്സിമം കിട്ടിയിരിക്കുന്നത് ഏതാണ്ട് ഒരു 7 സംതിങ് ഒക്കെയാണ് അല്ലേ. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി. 8 ഉണ്ടെങ്കിൽ ഭാഗ്യം. 8 ഉണ്ട്, 9 ഉണ്ട് കേട്ടോ. 8, 9 ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ മാർക്ക് മേടിച്ച കുട്ടിയിൽ നിന്ന് കുറച്ച് മാർക്ക് മേടിച്ച കുട്ടിയിലേക്ക് വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ കുറച്ച് മാർക്ക് മേടിച്ച കുട്ടിയിൽ നിന്ന് കൂടുതൽ മാർക്കിലേക്ക് കുട്ടിയിൽ നിന്ന് അങ്ങനെ വേണമെങ്കിലും പ്രയാണം ചെയ്യാം. പ്രയാണം എന്ന് പറഞ്ഞാൽ എന്താണ്? യാത്ര. അപ്പം നമുക്ക് അവിടെ അറേഞ്ച് ദ ഡാറ്റ ഇൻ അസെൻഡിങ് ഓർഡർ വി ഗെറ്റ്. ഒരു അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ എന്താണ്? 2 മാർക്ക് കിട്ടിയവർ കുറേ പേരുണ്ട്, ഒരു 4 പേര്. 3 മാർക്ക് കിട്ടിയവർ 3 പേരുണ്ട്. 4 മാർക്ക് കിട്ടിയവർ 4 പേരുണ്ട്. 5 മാർക്ക് കിട്ടിയവർ 2 പേര്. 6 മാർക്ക് കിട്ടിയവർ 3 പേര്. 7 മാർക്ക് കിട്ടിയവർ 2 പേര്. 8, 9 കിട്ടിയവർ ഓരോന്ന് വീതം. അതിനെ നമുക്ക് ഇങ്ങനെ ഒരു ടേബിളിൽ അറേഞ്ച് ചെയ്താൽ സുഖമായിട്ട് ചെയ്തുകൂടെ? മാർക്സ് ഒറ്റയുണ്ട്. എത്രയാണ്? 2, 3. ഏതൊക്കെ മാർക്ക് ഉണ്ടെന്ന് അങ്ങ് എഴുതുക. ഇല്ലാതെ എഴുതേണ്ട കാര്യമില്ല. 0 ആരും മേടിച്ചിട്ടില്ല, അപ്പോൾ അതിനെ അങ്ങ് ഒഴിവാക്കുക. 0 ആരും എന്ത് ചെയ്തിട്ടില്ല, മേടിച്ചിട്ടില്ല. അപ്പോൾ അത് എഴുതി വെറുതെ സമയം കളയണോ? വേണ്ട. അപ്പോൾ 2, 3, 4, 5, 6, 7, 8, 9 ഉണ്ട്. അപ്പോൾ അതങ്ങ് എഴുതുക, അങ്ങോട്ട് എഴുതുക. ടാലി മാർക്സ്. എന്താണ് ഈ ടാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തലമുടിയിൽ എന്താണ് ഡാൻഡ്രഫ് മാറാനായിട്ട് താരൻ മാറാനായിട്ട് തേക്കുന്ന അത് താലി. മനസ്സിലായില്ലേ. അതായത് നമ്മൾ ചെമ്പരത്തിയുടെ ഇതും സംതിങ് ഒക്കെ ചേർത്തുന്ന അതിന് താളി തേക്കാന്ന് പറയും. ഇതല്ല ടാലി. കൊമേഴ്സൊക്കെ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ അങ്ങനെ സോഫ്റ്റ്വെയർ ഉണ്ട്, ടാലി എന്ന് പറയും. ഇത് ടാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എത്രയുണ്ട് എന്നുള്ളത് ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ പോലെ, ഒരു വര പോലെ കാണിക്കാനാണ് ടാലി എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 2 ഉള്ളത്, അപ്പോൾ ടാലി മാർക്സ് എത്ര വരും? മനസ്സിലായില്ലേ. ഇപ്പോൾ 2 മാർക്ക് കിട്ടി എത്ര പേരുണ്ട്? 2 മാർക്ക് കിട്ടിയ 4 പേരുണ്ട്. അപ്പോൾ 4 എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 4 ഇങ്ങനെ കുറുകെയുള്ള അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ലാഷ് പോലെ ഇട്ടങ്ങ് വരച്ചാൽ പോരെ. ആ സ്ലാഷ് പോലെ ഇട്ട് വരയ്ക്കുന്ന വരയ്ക്ക് പറയുന്ന പേരാണ് ഇവിടെ ടാലി നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ. ടാലി എന്ന് വെച്ചാൽ ഒരുപാട് മീനിങ് ഉണ്ട്, പക്ഷേ ഇവിടുത്തെ ടാലി മീനിങ് എന്ന് വെച്ചാൽ എത്രയാണ്? ഇങ്ങനെ ഈ സ്ലാഷ് പോലെ വരയ്ക്കുന്ന വര നോക്ക്, ഇങ്ങോട്ടോക്ക്. അതിനെ പറയുന്നവരാണ് ടാലി മാർക്ക്. കണ്ടോ? 3 മാർക്ക് കിട്ടി ഇത്ര പേര്, 4 മാർക്ക് കിട്ടി ഇത്ര പേര്, അതുപോലെ 5 മാർക്ക് കിട്ടി ഇത്ര പേര്, 6 മാർക്ക് കിട്ടി ഇത്ര പേര്, 7 മാർക്ക് കിട്ടിയ 2, 8 മാർക്ക് കിട്ടിയത് 1, 9 മാർക്ക് കിട്ടിയത് 1. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി ഈ വരച്ചേക്കുന്നതിനെ നമ്മൾ നമ്പറാക്കി എഴുതിയെന്നുള്ളൂ. 4, 3, 4, 2, 3, 2, 1, 1. അങ്ങനെ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 20 കിട്ടും. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? 20 സ്റ്റുഡൻസ് ഉണ്ട്. ആ 20 സ്റ്റുഡൻസ് കിട്ടുകയും ചെയ്യും. മനസ്സിലായില്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സുഖമായിട്ട് ചെയ്യാം. അപ്പോൾ 142 ഹൈറ്റ്, 142 ഹൈറ്റ് ഉള്ളൂ. 145, 146, 47, 48. ടാലി മാർക്ക് എത്രയാണ്? ഇത് 2 ആണ്. അതുപോലെ ഇതെത്രയാണ്? 4 ആണ്. ഇതുപോലെ ഇതെത്രയാണ്? 3 ആണ്. ഇത് 1 ആണ്. ഇത് 4 ആണ്. അതുപോലെ കംപ്ലീറ്റ് ദ ഫോളോയിങ് ഫ്രീക്വൻസി ടേബിൾ. ഇവിടെ എന്താണ്? ഇവിടെ 5. അപ്പോൾ 5 ആകുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് ചെയ്യണം? 5 ടാലി ഇങ്ങനെ സൈഡായിട്ട് വരച്ചു കൊടുക്കണം. 49 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്ര? 4 ആണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് നമ്പേഴ്സ് എന്നുള്ള അർത്ഥത്തിൽ 4 എഴുതാൻ പറ്റും. അതുപോലെ 50 എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ 2 എന്ന് വര വരച്ചിട്ടുണ്ട്, 2 സ്ലാഷ് ലൈൻ. അത് അക്ഷരത്തിൽ ന്യൂമറിക്കലായിട്ട് 2 എന്ന് എഴുതാൻ പറ്റും. 51 എന്ന് പറയുമ്പോൾ 3, അപ്പം ന്യൂമറിക്കലായിട്ട് 3 എന്ന് എഴുതാൻ പറ്റും. 52 എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? 1, 2, 3, 4,
5 6 7 അങ്ങനെ 7 ടൈംസ് എന്ത് ചെയ്യണം. അതുപോലെ തന്നെ ഈ കണക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ തന്നിരിക്കുന്ന ഐഡിയ വെച്ചുകൊണ്ട് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ഇതാണ് അതിൻ്റെ ബേസ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഫ്രീക്വൻസി. അറേ എന്ന് പറഞ്ഞാൽ എന്താണ്, അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ കാര്യങ്ങൾ ഡാറ്റനെ അറേഞ്ച് ചെയ്യുന്ന തന്നെയാണ് എന്ത് പറയുന്നത്, അറേ എന്ന് പറയും. അതുപോലെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, റാ ഡാറ്റ ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ എ ടാബുലർ ഫോം ആൻഡ് സച്ച് ടേബിൾ ഈസ് കാൾഡ് എന്താണ്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. മനസ്സിലാകുന്നുണ്ടോ? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു. ടോട്ടൽ നമ്പർ ഓഫ് ടൈംസ് ആൻഡ് ഒബ്സർവേഷൻ ഒക്കേഴ്സ് ഇൻ എ ഗിവൺ ഡാറ്റ ഈസ് കാൾഡ് ഫ്രീക്വൻസി. കേട്ടോ, അത് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ചിലപ്പോൾ ഉണ്ടാവും. നമ്പർ ഓഫ് ടൈംസ് ആൻഡ് ഒബ്സർവേഷൻ ഒക്കേഴ്സ് ഇൻ എ ഗിവൺ ഡാറ്റ ഈസ് കാൾഡ് എന്താണ്, ഫ്രീക്വൻസി. ഇവിടെ നോക്കാം, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്താണ്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മീൻ മീഡിയൻ മോഡ്. പക്ഷേ അതിനൊരു മീനിങ് ഉണ്ട്, മീഡിയൻ മോഡ്. അതിനൊരു മീനിങ് കൂടെ ഉണ്ട്. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. എന്താണത്? റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. എ കൗ മിൽക്സ് ഓൺ an average 11 liters per day. The average rainfall in Meghalaya in the month of August is 76 centimeter. The per capita income of Delhi is 12,000 rupees. 12,000. In the above 3 examples, we cannot say that എന്താണ്, the data is 100% correct. ഈ ഡാറ്റ 100% കറക്റ്റ് ആണെന്ന് പറയാൻ ഒക്കത്തില്ല. Let us consider, for example, the cow milks 11 liters per day. You can say that cow can get 10 liters in a day or 12 liters in a day. അതായത് ചില ദിവസം കൗ 11 ലിറ്റർ അല്ല തരുന്നത്, എന്ത് വരും, 12 തരും. ചില ദിവസങ്ങളിൽ 10 തരും, ചില ദിവസങ്ങളിൽ 9 തരും, ചില ദിവസങ്ങളിൽ 15 തരും. കൂടിയും കുറഞ്ഞു വരിക്കും, അതായത് ഇൻക്രീസ് ചെയ്തും ഡിക്രീസ് ചെയ്തു വരിക്കും. അതുപോലെ തന്നെ വി ക്യാൻ ടോക്ക് അബൌട്ട് ദ തേർഡ് എക്സാമ്പിൾ. ഇനി നമുക്ക് പിന്നെ എന്താണ്, ദ ആവറേജ് റെയിൻഫോൾ ഇൻ മേഘാലയ ഇൻ ദ മന്ത് ഓഫ് ആഗസ്റ്റ് ഈ 76. ചില സമയങ്ങളിൽ 77 ആകാം, ചില സമയങ്ങളിൽ 78 ആകാം, ചില സമയങ്ങളിൽ 60 ആകാം, ചില സമയത്ത് 65 ആകാം. പക്ഷേ അത് ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 76 ആണെന്ന് പറയാവുന്നേ ഉള്ളൂ. ഇനി തേർഡ് എക്സാമ്പിൾ നോക്കുക, പെർ ക്യാപിറ്റ ഇൻകം ഓഫ് ഡൽഹി. ഡൽഹിയിലെ ആളുകളുടെ പെർ ക്യാപിറ്റ, അതായത് അവരുടെ എന്താണ് പെർ ക്യാപിറ്റ ഇൻകം, ആ ഒരു വരുമാനം എന്ന് പറയുന്നത് എത്രയാണ്, 12,000 റുപ്പീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, 12,000. അത് ചില സമയങ്ങളിൽ 14,000 ആകാം, ചില സമയങ്ങളിൽ 0 ആകാം, ചില സമയങ്ങളിൽ 10 ആകാം, ചില സമയങ്ങളിൽ അത് 20 ആകാം. അത് ഏറിയും കുറഞ്ഞു വരിക്കും, എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടിയും കുറഞ്ഞു വരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ മാത്തമാറ്റിക്സിൽ റെപ്രസെൻ്റ് ചെയ്യാൻ എടുക്കുന്നതായിട്ടുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ടെൻഡൻസിയാണ് എന്ത് പറയുന്നത്, ഒരു ആവറേജ് എന്നുള്ള അർത്ഥത്തിൽ എടുക്കും. എന്ത് പറയും, ആവറേജ് എന്നുള്ള അർത്ഥത്തിൽ എടുക്കും. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ എന്താണ്, ഓൺ ദി അതർ ഹാൻഡ് ദെയർ മൈറ്റ് ബി എന്താണ്, ഓൺ ദി അതർ ഹാൻഡ് ദെയർ മൈറ്റ് ബി മെനി മോർ പീപ്പിൾ അല്ലേ, many more people who have income less than 3,000 per month. The particular data lies the highest income and the lowest income of Delhi. Most common measures of central tendency are mean, median and mode. അപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇതിൽ നിന്നാണ് നമുക്ക് മാത്തമാറ്റിക്സിലെ സെൻട്രൽ ടെൻഡൻസി എങ്ങനെ കണ്ടുപിടിക്കണം, അങ്ങനെ ഒരു ചിന്ത ഉടലെടുക്കാൻ കാരണം. അതിൽ ആദ്യത്തേതാണ് അരിത്തമാറ്റിക് മീൻ, അല്ലെങ്കിൽ ശരാശരി അല്ലെങ്കിൽ ആവറേജ്. മലയാളത്തിൽ തന്നെ ശരാശരി എന്ന് പറയും. അതിന് ഇംഗ്ലീഷ് പറയുന്ന പേരാണ് അരിത്തമാറ്റിക്. എന്ത് മീനാണ്? അരിത്തമാറ്റിക് മീൻ. നമ്മൾ ഈ കറി വെച്ച് കഴിക്കുന്ന മീനോ അല്ലെങ്കിൽ അങ്ങനത്തെ മീനോ അല്ല. MEAN മീൻ എന്ന് വെച്ചാൽ എന്താണ്? ഇനി മീൻ എന്ന് വെച്ചാൽ മറ്റൊരു അർത്ഥം കൂടെ ഉണ്ട്, അർത്ഥം എന്നുള്ള അർത്ഥത്തിലുണ്ട്. മീൻ, വാട്ട് യു മീൻ, ഇസ്കാ മത്തലബ് ക്യാ ഹൈ എന്ന് ചോദിക്കും. ഹിന്ദിയിൽ ഇസ്കാ മത്തലബ് ക്യാ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? മത്തലബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി അർത്ഥമാണ്. ഹിന്ദി പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? 5ലോ 6ലോ 7ലോ പഠിച്ചിട്ട് പേപ്പറും കളയുന്നതിലല്ല, അതിൻ്റെ പ്രയോജനം കിട്ടണമെങ്കിൽ കേരളത്തിന് പുറത്തു വേണം. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലോ അല്ലെങ്കിൽ UPയിലോ ഒക്കെ പോകുമ്പോഴത്തേക്കും അവിടെ മലയാളികൾ ആരുമില്ല. അവിടെ പെയാടുള്ളവരോ കുണ്ടാങ്കടമുള്ളവരോ പിന്നെ വലിയുള്ളവരോ തിരുമലയുള്ളവരോ പാങ്ങോട്ടുള്ളവരോ ചൂഴാറ്റുവട്ടമുള്ളവരോ ആരുമില്ല. അവിടെയുള്ളവരൊക്കെ ഏതാണ്, ഹിന്ദി സംസാരിക്കുന്ന ആളുകൾ. അപ്പോൾ അവരോട് സംസാരിക്കണമെങ്കിൽ ഏത് ഭാഷ വേണ്ടി വരും? അത്യാവശ്യം എല്ലാ ആളുകൾക്കും ഇംഗ്ലീഷ് അറിയണമെന്നില്ല, അവിടെ ഹിന്ദി പറയേണ്ടി വരും. അപ്പോൾ ഹിന്ദി നമുക്ക് നേരെ ചൊവ്വയൊക്കെ അറിഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഗ്രാമറോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ളൊരു ഗ്രാമറൊന്നും നോക്കാറില്ല, സാധാരണ ലോക്കൽ നാട്ടുവാസികൾ. അവിടെ ഹിന്ദിയൊക്കെ നമുക്ക് കുറച്ചറിഞ്ഞു കഴിഞ്ഞാൽ അരേ ഭയ്യ ഇസ്കാ മത്തലബ് ക്യാ ഹൈ എന്നോ അല്ലെ ഏ ബഹൻജി മുച്ചേ കൊച്ച് പാനി ചാഹി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജീവിക്കാൻ പറ്റും. മനസ്സിലല്ലേ? ഏ സാരേ വെച്ചോ ലിസൺ കരോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ അത്യാവശ്യം പഠിപ്പിക്കാനും പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു 2-3 മാസമൊക്കെ അവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്കും ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് എടുക്കാത്തവർ പോലും ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, 1 വർഷമൊക്കെ നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഹിന്ദിയൊക്കെ നമ്മൾ പിന്നെ മനസ്സിലായില്ലേ, ഹിന്ദിയിലായിരിക്കും പിന്നെ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്കും മറ്റേ പുള്ളി എന്താ ഇങ്ങനെയൊക്കെ നമുക്ക് ഇതിനനുസരിച്ചൊരു ചേഞ്ച് വരും, ഒരു റിന്യൂവൽ വരും. മറ്റവരിപ്പോഴും ആ പഴയ ഇതാണ് കിടക്കുന്നത്. നോക്ക്,
അപ്പോൾ അരിത്തമാറ്റിക് മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ MEAN മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. എന്താണ് ആവറേജ്? മീൻ എന്ന് വെച്ചാൽ ഒരുപാട് അർത്ഥമുണ്ട്. മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻസ്, ഇറ്റ് മീൻസ് ദാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥമാക്കുന്നത്. MEAN എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആവറേജ് എന്നുള്ള അർത്ഥം. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരാശരി. ചില സമയങ്ങളിൽ 12,000 ആകാം, ചില സമയത്ത് 11,000 ആകാം, ചില സമയത്ത് 13,000 ആകും. അപ്പോൾ അതിൻ്റെ ഒരു മിഡ് പോയിൻ്റ് എന്നുള്ളത് ആവറേജ് ആണ്. കേട്ടോ, അരിത്തമാറ്റിക് മീനിൻ്റെ ഫോർമുല എന്താണ്? അരിത്തമാറ്റിക് മീൻ ഓർ AM ഈസ് ദ മോസ്റ്റ് കോമൺ റെപ്രസെൻറ്റേറ്റീവ് വാല്യൂ ഓഫ് ദി ഡാറ്റ. ഇറ്റ് ഈസ് സിമ്പിൾ ടു കാൽക്കുലേറ്റ്. വളരെ സിമ്പിളാണ്. എന്താണ്? അരിത്തമാറ്റിക് മീൻ ഈസ് ഈക്വൽ ടു സം ഓഫ് ആൾ ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ചുരുക്കി പറഞ്ഞാൽ ഇഫ് യു ഹാവ് എ ഡാറ്റ സെറ്റ് കണ്ടെയ്നിങ് ദ വാല്യൂസ്, എന്താണ് ഇത് പഠിച്ചാൽ തന്നെ മോനെ മിക്കവാറും പകുതി മാർക്ക് കിട്ടും ഈ ഫോർമുല. A1, A2, A3 എക്സെട്ര അപ് ടു AN. ദെൻ ദ അരിത്തമാറ്റിക് മീൻ ഈസ് ഡിഫൈൻഡ് ബൈ ദ ഫോർമുല. എത്രയാണ്? അരിത്തമാറ്റിക് മീൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഏതാണ്? ക്യാപിറ്റൽ A. കേട്ടോ, ദാറ്റ് ഈസ് 1/n ഇൻറ്റു ഈ സിമ്പിളിൻ്റെ പേരെന്താണ്? സിഗ്മ. എന്താണ്? സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to n. എത്രയാണ്? I ഈസ് ഈക്വൽ ടു 1 to n. എത്രയാണ്? AI എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എത്രയാണ്? അതായത് A1 + A2 + എക്സെട്ര അപ് ടു AN ഡിവൈഡഡ് ബൈ n. പിന്നെ ഇത് പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. വേറെ സിഗ്മ, ഈ സിമ്പിളിനെ പറയുന്നവരാണ് സിഗ്മ. ഈസ് ദ ഗ്രീക്ക് ലെറ്റർ ഷോയിങ് സം ഓർ സമ്മേഷൻ. മനസ്സിലായില്ലേ? ഒരു കാര്യം ഓർക്കണം, ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ 10ാം ക്ലാസ്സിലെ പിള്ളേർ സ്റ്റേറ്റിലും CBSE ഒക്കെ 9ലും 10ലും പഠിക്കേണ്ടതാണ്. 7ാം ക്ലാസ്സിലല്ല ഇത് പഠിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് പഠിക്കുമ്പോഴത്തേക്കും ചില ബുദ്ധിമുട്ടുണ്ടാകും. എന്ത് ചെയ്യാൻ പറ്റും? ടെക്സ്റ്റ് ബുക്കിൽ ആ സിലബസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പഠിപ്പിക്കാതിരിക്കും ഒക്കത്തില്ല. ഇത് കുട്ടികളുടെ ബുദ്ധിയുടെ വളർച്ചയ്ക്കനുസരിച്ച് 9ലും 10ലും എന്ന് വെച്ചാൽ 7ാം ക്ലാസ്സിൽ പിള്ളേർക്ക് ബുദ്ധി ഇല്ലെന്നല്ല പറയുന്നത്. അവരുടെ പ്രായത്തിൻ്റെ ബുദ്ധിക്കനുസരിച്ച് ഒരു 9ലും 10ലും 11ലൊക്കെയാണ് പഠിപ്പിക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ 6ാം ക്ലാസ്സിൽ ഇതുണ്ടായിരുന്നു. പക്ഷേ ഇതതിൻ്റെ ഒരു കൂടിയ ഫോമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അത് നമുക്ക് പഠിപ്പിച്ചേക്കുള്ളൂ. എങ്കിലും മനസ്സിലാക്കുക കാര്യം. സിലബസ് ഒന്നുകൊണ്ട് നമുക്ക് പറയാതിരിക്കും ഒക്കത്തില്ല. എളുപ്പമാണ്. അരിത്തമാറ്റിക് മീൻ വെച്ചാൽ സിമ്പിളാണ്. ആദ്യം തന്നിരിക്കുന്ന ഡാറ്റ A1, രണ്ടാമത് തന്നിരിക്കുന്ന ഡാറ്റ A2. അതാണ് A2. അങ്ങനെ പോയി AN വരെ പോയിട്ട് എത്ര ഒബ്സർവേഷനാണോ ടോട്ടൽ ഉള്ളത് അതേ ഡിവൈഡഡ് ബൈ എത്ര ഒബ്സർവേഷനാണോ ഉള്ളത് അതിനെ നമ്മൾ n ആയിട്ട് എടുത്തിട്ട് A1 + A2 + എക്സെട്ര അപ് ടു AN ഡിവൈഡഡ് ബൈ n എന്ന് എടുത്താൽ മതി. സിഗ്മ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീക്ക് ലെറ്ററാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? സം അല്ലെങ്കിൽ സമ്മേഷൻ. ഒരു എക്സാമ്പിൾ നോക്കിയാലോ? ഇങ്ങോട്ട് നോക്കൂ. ഫൈൻഡ് ദ മീൻ ഓഫ് ദ ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്. നമുക്കറിയാം, പണ്ടേ പഠിച്ചതാണ്. അച്ഛമ്മയ്ക്ക് എത്ര തവണ വേണം പറഞ്ഞു തന്നെ നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1. ഹോൾ നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 0 അല്ലേ? സ്റ്റാർട്ടിങ് ഫ്രം 0. ഗുഡ്. പിന്നെ അതുപോലെ തന്നെ സപ്ലിമെൻ്ററിയും കോംപ്ലിമെൻ്ററി. സപ്ലിമെൻ്ററി 150 പറഞ്ഞ് അടി വരെ കിട്ടിയിട്ടുണ്ട്. കോംപ്ലിമെൻ്ററി 90 പറഞ്ഞ് അടിയനെ കിട്ടിയിട്ടുണ്ട് അല്ലേ? അത് കഴിഞ്ഞിട്ട് സബൂർ ആക്കിയിട്ടുണ്ട്. സബൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, സോൾവ് ആക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഗുണമുണ്ട്. കേട്ടോക്ക്, 10 നാച്ചുറൽ നമ്പേഴ്സ്. അപ്പം മീൻ കാണാൻ എന്ത് ചെയ്താൽ മതി? 1 + 2 + 3 + 4 + 5 എക്സെട്ര അപ് ടു 10 വരെ ആഡ് ചെയ്ത ശേഷം എത്ര ഒബ്സർവേഷൻ ഉണ്ട്? 10. അപ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 55 കിട്ടും. 55/10 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പോയിൻറ്റ് 55ൻ്റെ കൂടെ വലത്തുനിന്ന് ഇടത്തോട്ട് ഒരു പോയിൻറ്റ് എന്ത് ചെയ്താൽ മതി? മാറ്റിയാൽ മതി. 5.5. ഇനി വാട്ട് ഈസ് ദ മീൻ ഓഫ് ദി ഫോളോയിങ് ഒബ്സർവേഷൻസ്? 12, 45, 12, 45, 56, 75, 82, 18. ഒന്നും ചെയ്യേണ്ട. 12 + 45 + 56 + 75 + 82 + 18 ഡിവൈഡഡ് ബൈ 6. ദാറ്റ് ഈസ് = 48. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? താഴത്തെ ഒബ്സർവേഷനും ചെയ്യാം. കേട്ടോ, the mean of 12 observations is 10. If one number is included, the mean of the numbers becomes 11. Then find the new number included. അപ്പോൾ mean of 12 observations is എത്രയാണ്? 10. Sum of 12 observations is equal to 12 into 10. That is equal to 120. If one number is included in the observation, then the total number becomes 13. And mean in this case is 11. That is sum of 13 observation is equal to 13 into 11. That is equal to 143. Hence 13th number, that is new number, is equal to 143 minus 120. That is equal to 123 എന്നാണ് എൻ്റെ മീനിങ്. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. If the mean of 5, 6, 11, x, 14, 24, 3 is 12, then find x. എന്ത് ചെയ്യേണ്ടത്? ചെയ്താൽ മതി. സൊല്യൂഷൻ അരിത്തമാറ്റിക് മീനിൻ്റെ ഫോർമുല എഴുതുക. എന്താണ് ആ ഫോർമുല? ഇപ്പോഴേ പഠിച്ചു നോക്കൂ. സം ഓഫ് ആൾ ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ദാറ്റ് ഈസ് 12 is equal to അരിത്തമാറ്റിക് മീൻ എത്രയാണ് തന്നിട്ടുണ്ട്? ഇവിടെ അരിത്തമാറ്റിക് മീൻ എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഭാരപ്പെടായിരിക്കുക. 12 ആണ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 12 is equal to 5 + 6 + എത്രയാണ്? 11 + x + 14 + 24 + 3 the whole divided by 7. ദാറ്റ് ഈസ് എന്താണ്? നമ്മൾ അങ്ങനെയെല്ലാം കൂട്ടുമ്പോഴത്തേക്കും എന്താണ്? 84 is equal to 63 + x എന്ന് കിട്ടും. ഇതെല്ലാം കൂടെ സോൾവ് ചെയ്തൊരു ഫൈനൽ ഫോമിലാക്കുകയാണ്. 84 is equal to 63 + എന്ത് വരും? x എന്ന് കിട്ടും. കാരണം 84 അങ്ങനെ കിട്ടി. നമുക്ക് 12 into 7 is 84. ക്രോസ് മൾട്ടിപ്ലൈ.
അപ്പം 84 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക, എക്സ് ഒഴികെയുള്ള ബാക്കി എക്സെപ്റ്റ് എക്സ് ആഡിങ് ആൾ ദീസ് വി ഗെറ്റ് 63. Thus 63 plus x is equal to 84. So x is equal to 84 minus 63 is equal to 21 എന്ന് കിട്ടും. ഇനി mean of the tabulated data. So far we have calculated the mean of the raw data. Now we shall find the mean of grouped data that shows observations and their frequency in a tabular form. If x1, x2, x3, x4, etc. xn are n observations and f1, f2, f3, അങ്ങനെ f4 up to fn represent frequency of n observations, then mean of the tabulated data is given by ജസ്റ്റ് ഇതൊരു ഫോർമുലയാണ്, പഠിച്ചാൽ നല്ല എളുപ്പമാണ്. നമുക്ക് f1x1 വിത്തിൻ ബ്രാക്കറ്റ് പ്ലസ് f2x2 പ്ലസ് f3x3 പ്ലസ് എക്സെട്ര അപ് ടു fnxn ബ്രാക്കറ്റ് ക്ലോസ് ദ ഹോൾ ഡിവൈഡഡ് ബൈ f1 പ്ലസ് f2 പ്ലസ് f3 പ്ലസ് എക്സെട്ര അപ് ടു fn. അതായത് മാത്സിൻ്റെ ഭാഷ പറഞ്ഞാൽ സിഗ്മ f1x1 സിഗ്മ എന്താണ് fi x1 എന്നുള്ളതിന് പകരം സിഗ്മ fi xi ഡിവൈഡഡ് ബൈ എന്ത് പറയാം സിഗ്മ fi എന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഭയമില്ലാതെ പറയാം. വേർ സിഗ്മ ഈസ് സിഗ്മ കാൾഡ് സിഗ്മ, ഈ സിമ്പലിൻ്റെ പേര് സിഗ്മയാണ്. ഈസ് ദ ഗ്രീക്ക് ലെറ്റർ ഷോയിങ് സം ഓഫ് സമ്മേഷൻ, സം ഓഫ് സമ്മേഷൻ. ദാറ്റ് ഈസ് അരിത്തമാറ്റിക് മീൻ ഈസ് ഈക്വൽ ടു സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് ഒബ്സർവേഷൻസ് ആൻഡ് ഈസ് കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് ഡിവൈഡഡ് ബൈ സം ഓഫ് ഫ്രീക്വൻസീസ്. സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് ഒബ്സർവേഷൻസ് ആൻഡ് ഈസ് കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് ഡിവൈഡ് ബൈ സം ഓഫ് ഫ്രീക്വൻസീസ്. അങ്ങനെ ഒരു ഫോർമുലയും കൂടെ ഏതിനുണ്ട്, അരിത്തമാറ്റിക് മീനുണ്ട്. ഫോർ എക്സാമ്പിൾ ഫൈൻഡ് ദ മീൻ ഓഫ് ദി ഫോളോയിങ് ഡേറ്റ. മാർക്സ് 12, 12, 15, 16, 18, 20, 21, 22, 24, 25. ഫ്രീക്വൻസി എത്രയാണ്? 5, 6, 3, 5, 4, 3, 5, 2, 2. അപ്പോൾ ഇത് കേൾക്കുമ്പം തന്നെ ഗ്രാഫ് പേപ്പറിലോ അല്ലെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന നോട്ട് ബുക്കിലോ ഇതങ്ങ് വരയ്ക്കണം, ടാബുലർ കോളം പോലെ. എന്താണ് മാർക്സ് എത്രയാണ്? 12, 15, സോ ആൻഡ് സോ അങ്ങനെ 25 നമ്മൾ അറേഞ്ച് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് നോക്ക്, ഈ തന്നിരിക്കുന്നത് ഇതുപോലെ അറേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ഫ്രീക്വൻസി എന്നിട്ടുണ്ട്. ഫ്രീക്വൻസി എത്രയാണ്? f1 എത്രയാണ് ഫ്രീക്വൻസി? 5, 5, 6, 3, 5, 4, 3, 5, 2, 2. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതുപോലെ. അതായത് ഈ 25 നേർക്ക് 2 തന്നെ വരണം, അത് മാറിപ്പോയില്ല. അതുപോലെ 24 നേർക്ക് 2 തന്നെ വരണം, അത് മാറിപ്പോയില്ല. അങ്ങനെ നല്ല ആക്യുറസിയോട് കൂടി നമ്മൾ എഴുതുന്നു. അങ്ങനെ എഴുതുമ്പം തന്നെ കിട്ടുമല്ലോ പകുതി മാർക്ക്. പിന്നെ അതുപോലെ തന്നെ എന്നിട്ട് ഈ കോളം ഇതെന്താണ്? xi അല്ലേ, xi, ഇത് fi. എന്നിട്ട് എന്ത് ചെയ്യണം, ഇനി അടുത്ത കോളത്തിൽ fi ഇൻറ്റു xi. അപ്പം 12 ഇൻറ്റു 5 60, 15 ഇൻറ്റു 6 90. അങ്ങനെ പോയി ഓരോ കോളത്തിലും അത് മൾട്ടിപ്ലൈ ചെയ്യണം. അവസാനത്തെ കോളം 25 ഇൻറ്റു 2 50. അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്യണം വെച്ചാൽ സിഗ്മ fx fi xi എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. 60 പ്ലസ് 90 പ്ലസ് 48 പ്ലസ് 90 പ്ലസ് 80 പ്ലസ് 63 പ്ലസ് 110 പ്ലസ് 48 പ്ലസ് 50 ഇസ് ഈക്വൽ ടു എത്ര? 639. Therefore മീൻ ഇസ് ഈക്വൽ ടു എത്രയാണ്? സിഗ്മ fi xi ഡിവൈഡഡ് ബൈ സിഗ്മ fi ഇസ് ഈക്വൽ ടു 639 ഡിവൈഡഡ് ബൈ 35 ഇസ് ഈക്വൽ ടു 18.25 അപ്രോക്സിമേറ്റ്ലി. ഇങ്ങനെയാണ്, ഇങ്ങനത്തെ കണക്കൊന്ന് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് ഫോർമുല? ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് ഒബ്സർവേഷൻസ് ആൻഡ് ഈസ് കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് ഡിവൈഡ് ബൈ സം ഓഫ് ദി ഫ്രീക്വൻസീസ്. ഇത് പഠിച്ചോണം കാണാതെ. അങ്ങനെ പഠിക്കുമ്പോൾ തന്നെ അത്രയും തന്നെ കുറച്ച് മാർക്കായി. എന്നിട്ട് ടാബുലർ കോളം വരയ്ക്കുക. ബാക്കിയെല്ലാം ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. മാർക്കിന് വേണ്ടി ഒരു കോളം എഴുതുക, അതെന്താണ്? എക്സ് ആണ്. ഫ്രീക്വൻസിക്ക് വേണ്ടിയുള്ള കോളം എഴുതുക, അത് എഫ് ആണ്, അത് fi എന്ന് എഴുതുക. എന്നിട്ട് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കോളം fi xi എന്ന് എഴുതുക. എന്നിട്ട് മാർക്ക് ഇൻറ്റു ഫ്രീക്വൻസി, മാർക്ക് ഇൻറ്റു ഫ്രീക്വൻസി, മാർക്ക് ഇൻറ്റു ഫ്രീക്വൻസി. ഓരോ കോളത്തിലെ മാർക്കും ആ കോളത്തിൽ, അതായത് വി ആർ മൾട്ടിപ്ലൈയിങ് എന്താണ് ദ മാർക്സ് കറസ്പോണ്ടിങ് ടു ദാറ്റ് ഫ്രീക്വൻസി. ദാറ്റ് മീൻസ് 18 ഇൻറ്റു 5, 20 ഇൻറ്റു 4, 21 ഇൻറ്റു 3. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വി ഗെറ്റ് fi xi. ദസ് വി ഗെറ്റ് ദ ഫൈനൽ ഫോം ആസ് മീൻ സിഗ്മ fi xi ഡിവൈഡ് ബൈ സിഗ്മ fi is equal to 639 divided by 35. That is 18.25 approximately. Find the missing frequency if the mean of the distribution is 11.5. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. തന്നിരിക്കുന്ന ഫോർമുല വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തന്നിരിക്കുന്ന ഫോർമുല വെച്ച് എന്താണ് ചെയ്യാൻ പറ്റും? മാർസ് വന്നു പറ, ഇതാ വന്നു ഇല്ലേ?